Genius community, welcome to mission 99 percentile in 99 days. This is day 88. We are going to discuss the chapter vectors. As usual, we all classes നമ്മുടെ Xylem JEEniusന്റെ ടെലിഗ്രാം കമ്മ്യൂണിറ്റിയിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. അവിടെ ഓരോ ചാപ്റ്ററിൻ്റെയും കഴിഞ്ഞു പോയ ചാപ്റ്റേഴ്സിൻ്റെ ഇനി വരാനിരിക്കുന്ന ചാപ്റ്റേഴ്സിൻ്റെ ഒക്കെ ഡെയിലി പ്രോബ്ലം ഷീറ്റ്സ് DPP നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആണ്. അത് ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് അതിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം. സൊല്യൂഷൻസും അതിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്, അതും നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഓക്കെ, അപ്പോൾ ഇനി കൂടുതൽ പറഞ്ഞ സമയം കളയുന്നില്ല. നമുക്ക് വെക്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറികൾ എന്തൊക്കെയാണെന്ന് ഓടിച്ചൊന്ന് നോക്കാം. എന്നിട്ട് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നോക്കാം. ഞാൻ 30ഓളം ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു DPP വെക്ടേഴ്സിനും സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ടെലിഗ്രാം ഗ്രൂപ്പിൽ കിട്ടും. അതിൽ നിന്ന് തന്നെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ്, ഒരു 10 ക്വസ്റ്റ്യൻസോളം ഞാൻ എടുത്തിട്ടുണ്ട്. അത് മുഴുവൻ ചെയ്യാനുള്ള സമയം ഉണ്ടാവുമെന്ന് അറിയില്ല. നമ്മൾ കുറച്ച് തിയറി ഒന്ന് ഡിസ്കസ് ചെയ്തിട്ടാണ് ക്വസ്റ്റിലേക്ക് പോകുന്നത്. വെക്ടർ വളരെ ചെറിയൊരു ചാപ്റ്ററാണ്, വളരെ കുറച്ച് ഐഡിയാസ് മാത്രമേ ഇതിനകത്ത് പഠിക്കാനുള്ളൂ. ബേസിക്കലി ഇതൊരു ജോമെട്രിക്കൽ ഐഡിയ ആണ്. വെക്ടർ നന്നായിട്ട് പഠിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് 3 ഡയമെൻഷണൽ ജോമെട്രി, അതുപോലെ കോംപ്ലക്സ് നമ്പേഴ്സ്, ഇതിലൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജ് ഉണ്ടാവും. ബേസിക്കലി കോംപ്ലക്സ് നമ്പർ എന്നൊക്കെ പറയുന്നത് ഒരു വെക്ടറാണ്. അതുകൊണ്ട് വെക്ടറിലുള്ള വളരെ ഫൈൻ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് കോംപ്ലക്സ് നമ്പേഴ്സിലും പിന്നെ എവിടെ പറഞ്ഞ 3 ഡയമെൻഷണൽ ജോമെട്രിയിലും നിങ്ങൾക്ക് അഡ്വാൻറ്റേജ് ഉണ്ടാവും. അപ്പോൾ നോക്കാം എന്തൊക്കെയാണ് വെക്ടേഴ്സിൽ പ്രധാനമായിട്ട് നമുക്ക് അറിയേണ്ടത്. വാട്ട് ആർ ദ മേജർ ഐഡിയാസ്? വെക്ടേഴ്സിൽ ഒരുപാട് കോൺസെപ്റ്റുകൾ പഠിക്കാനുണ്ടെങ്കിലും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും നിർബന്ധമായിട്ട് അറിയേണ്ടത് ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് ആണ്. ഡയറക്ട്ലി ക്വസ്റ്റ്യൻ വരുന്നതല്ല, ഏറ്റവും അധികം ക്വസ്റ്റ്യനിൽ ആവശ്യം വരുന്ന ഒരു കണ്ടന്റ് ആണ് ഡോട്ട് പ്രൊഡക്റ്റ്. അപ്പോൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം. ഡോട്ട് പ്രൊഡക്റ്റ് അത്ര ടഫ് ഒന്നുമല്ല, വളരെ വളരെ ഈസിയാണ്. സ്റ്റിൽ നമ്മളിത് പഠിക്കണം. സോ യു ഹാവ് 2 വെക്ടേഴ്സ് A is equal to AXI plus AYJ plus AZK. AX, AY, AZ ഒക്കെ ഇതിന്റെ കോമ്പണൻസ് എന്നാണ് ഇതിന് പറയാം, അത് നിങ്ങൾക്ക് അറിയാം. ആൻഡ് സെക്കൻഡ് വെക്ടർ B is equal to BXI plus BYJ plus BZK. ഇങ്ങനെ 2 വെക്ടേഴ്സ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇറ്റ്സ് വെരി ഈസി ടു ടേക്ക് ദയർ ഡോട്ട് പ്രോഡക്റ്റ്. ദാറ്റ് ഈസ് ഈക്വൽ ടു AX BX പ്ലസ് AY BY പ്ലസ് AZ BZ. സൂക്ഷിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇതിനകത്ത് ഐയും ജെയും കെ ഒന്നുമില്ല ഈ പ്രൊഡക്റ്റിനകത്ത്. കറസ്പോണ്ടിങ് കമ്പോണൻസ് മൾട്ടിപ്ലൈ ആഡ് ചെയ്താൽ മതി. അതുകൊണ്ട് ഇതൊരു സ്കേലാർ ആണ്. സോ ഡോട്ട് പ്രോഡക്റ്റ് ഇസ് ഓൾസോ കോൾഡ് സ്കേലാർ പ്രോഡക്റ്റ്. അതിന്റെ റീസൺ, ഈ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഒരു വെക്ടർ അല്ല, അത് സ്കേലാർ ആണെന്നാണ്. അത് വെക്ടർ മൾട്ടിപ്ലൈ ചെയ്യാൻ ഉപയോഗിക്കുന്നത് 2 വെക്ടേഴ്സ് ആണ്, ബട്ട് ദ റിസൾട്ടന്റ് ഈസ് എ സ്കേലാർ. ഓൾസോ ദിസ് A dot B is equal to mod A mod B cos theta. This is a wonderful result. ഇത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. AB എന്ന് പറയുന്ന 2 വെക്ടേഴ്സിന്റെ ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനും, അതുപോലെ B cos theta എന്ന് പറയുന്നത് പ്രൊജക്ഷൻ ഓഫ് B on A ആണ്. അപ്പോൾ ഇതിൽ mod A ഡിവൈഡ് ചെയ്താൽ A dot B divided by mod A is a projection of B on A. അതുപോലെ mod A cos theta, ഈ mod A mod B cos theta യിൽ mod A cos theta മാത്രം എടുത്താൽ അത് പ്രൊജക്ഷൻ ഓഫ് വെക്ടർ A on B ആണ്. mod B cos theta is projection of B on A and mod A cos theta is projection of A on B. അതുകൊണ്ട് 3 കാര്യങ്ങൾ ഇവിടെ നമുക്ക് കിട്ടും. This can be used to find out the angle between 2 vectors, the projection of A on B and B on A. അതിനെല്ലാം ഉള്ള ഫോർമുല നമുക്ക് ഇവിടുന്ന് ജനറേറ്റ് ചെയ്യാം. വളരെ വളരെ എളുപ്പമാണ്. സോ ആംഗിൾ ബിറ്റ്വീൻ 2 vectors അത് സ്ഥിരമായിട്ട് ചോദിച്ച് കാണാറുണ്ട്. ജെയ്ക്ക് ആകുമ്പോൾ ഡയറക്റ്റ് ആയിരിക്കില്ല, വേറെ എന്തെങ്കിലും കോൺസെപ്റ്റുകൾ ആവശ്യമുണ്ടാവും. ആ ഒരു കോൺസെപ്റ്റിലേക്ക് പോകണമെങ്കിൽ ആദ്യം 2 വെക്ടേഴ്സിനിടയ്ക്കുള്ള ആംഗിൾ കിട്ടേണ്ടി വരും. അങ്ങനെയൊക്കെയാണ് ഇൻഡയറക്റ്റ് ആയിട്ടാണ് ജെയിൽ ഇത് ആവശ്യം വരിക. കീം പോലുള്ള ചെറിയ പരീക്ഷകൾക്കാണെങ്കിൽ ചിലപ്പോൾ 2 വെക്ടർ വന്നിട്ട് അതിനിടയിലുള്ള ആംഗിൾ എന്താണെന്ന് വരെ വളരെ ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വന്നേക്കാം. സോ ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ്, അത് തീറ്റ ആണ് ആംഗിൾ എന്നുണ്ടെങ്കിൽ cos theta is equal to A dot B divided by mod A mod B. അപ്പൊ പിന്നെ സംശയം mod A എങ്ങനെ കിട്ടും mod B എങ്ങനെ കിട്ടുന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. mod A എന്ന് പറയുന്നത് റൂട്ട് ഓഫ് AX സ്ക്വയർ പ്ലസ് AY സ്ക്വയർ പ്ലസ് AZ സ്ക്വയർ ആണ്. mod B is equal to റൂട്ട് ഓഫ് BX സ്ക്വയർ, കമ്പോണൻസും സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് റൂട്ട് എടുത്താൽ മതി. BY സ്ക്വയർ പ്ലസ് BZ സ്ക്വയർ, റൂട്ട് ഓഫ് സം ഓഫ് സ്ക്വയേഴ്സ് ഓഫ് ദ കോമ്പണൻസ്. അതിനെയാണ് നമ്മൾ മോഡുലസ് ആയിട്ട് എടുക്കുന്നത്. A dot B എന്താണെന്ന് ഓൾറെഡി പറഞ്ഞു. AX BX പ്ലസ് AY BY പ്ലസ് AZ BZ. അപ്പോൾ അതിവിടെ ന്യൂമറേറ്ററിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആ ഒരു വാല്യൂ താഴെ mod A ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക, mod B ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുക. ഇതെല്ലാം കൂടി എടുത്താൽ cos theta കിട്ടും. ഓക്കെ, അടുത്തതാണ് പ്രൊജക്ഷൻസ്. A dot B ന്റെ മറ്റു 2 യൂസസ് ആണ്. പ്രൊജക്ഷൻസ് 2 ടൈപ്പ് ഉണ്ട്. സ്കേലാർ പ്രൊജക്ഷൻ ഉണ്ട്, വെക്ടർ പ്രൊജക്ഷൻ ഉണ്ട്. ആദ്യം സ്കേലാർ പ്രൊജക്ഷൻ നോക്കാം, പിന്നീട് വെക്ടർ പ്രൊജക്ഷൻ നോക്കാം. സ്കേലാർ പ്രൊജക്ഷൻ വളരെ സിമ്പിൾ ആണ്. ദിസ് ഇസ് എ വെക്ടർ A ആൻഡ് ദിസ് ഇസ് എ വെക്ടർ B. ഈ ബിന്റെ മുകളിലേക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് എന്റെ ടിപ്പിൽ നിന്ന് ഒരു ലൈൻ ഇങ്ങനെ നേരെ താഴോട്ടേക്ക് വരയ്ക്കുക. അപ്പൊ ഈ ഒരു ലൈൻ ആംഗിൾ ബിറ്റ്വീൻ A and B is assumed to be theta. അപ്പൊ ഈ ഒരു ലെങ്ത് അത് ട്രിഗണോമെട്രി വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ അതൊരു mod A cos theta ആണ് എന്ന് നമുക്ക് മനസ്സിലാവും. സോ ദിസ് mod A cos theta നെയാണ് നമ്മൾ പ്രൊജക്ഷൻ ഓഫ്
അതൊരു ഷേഡോ ആണ്. അതായത് ഇവിടെ ബി എന്ന് പറയുന്ന ഒരു വെക്ടർ ഉണ്ട്. ആ ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട് ഒരു പാരലൽ ബീം ഓഫ് ലൈറ്റ്, മുകളിൽ നിന്ന് ലൈറ്റ് അടിക്കുക ബിക്ക് പെർപെൻഡിക്കുലർ ആയിട്ട്. അപ്പോൾ ഈ എന്റെ ഒരു ഷെയ്ഡ്, അതിന്റെ ഒരു ഷേഡോ ഇവിടെ താഴെ വരും. ആ ഷേഡോന്റെ ലെങ്തിനെയാണ് നമ്മൾ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്ന് യഥാർത്ഥത്തിൽ പറയുന്നത്. അതാണ് അതിന്റെ ഫിസിക്കൽ മീനിങ്. അതിനെ നമ്മൾ ഒരു ഡയറക്റ്റ് ഒബ്സർവേഷനിലൂടെ അത് മോഡ് എ കോസ് തീറ്റ ആണെന്ന് മനസ്സിലാവും. മോഡ് എ കോസ് തീറ്റ ആണെന്ന് മനസ്സിലായ സ്ഥിതിക്ക് എ ഡോട്ട് ബി ഇസ് ഈക്വൽ ടു മോഡ് എ മോഡ് ബി കോസ് തീറ്റ ആണ്. അതിൽ മോഡ് ബി ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്താൽ മതിയാവും. അങ്ങനെയാണ് പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി ആണ് എന്ന് നമ്മൾ മനസ്സിലാവുന്നത്. ദിസ് ഇസ് അഗൈൻ ഈക്വൽ ടു എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് ബി. അതുകൊണ്ട് ഒരു വെക്ടറിന്റെ വേറൊരു വെക്ടറിന്റെ മുകളിലേക്കുള്ള പ്രൊജക്ഷൻ കണ്ടുപിടിക്കാനും നമുക്ക് ആരെ യൂസ് ചെയ്യാം? ഡോട്ട് പ്രൊഡക്റ്റിന്റെ ഒരു ആപ്ലിക്കേഷൻ ആണ്. സോ ഫസ്റ്റ് ആപ്ലിക്കേഷൻ എന്താണ്? ടു ഫൈൻഡ് ഔട്ട് ദ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ്. സെക്കൻഡ് ആപ്ലിക്കേഷൻ ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ സ്കേലാർ പ്രൊജക്ഷൻ ഓഫ് വൺ വെക്ടർ ഓൺ അനദർ വെക്ടർ. സ്വാഭാവികമായിട്ട് പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ എന്തായിരിക്കും? മോഡ് ബി കോസ് തീറ്റ ഈസ് കോൾഡ് പ്രൊജക്ഷൻ of B on A. That is equal to A dot B divided by mod A. ഇത് രണ്ടുമാണ് സ്കേലാർ പ്രൊജക്ഷൻസ്. ഫോർമുല ഡയറക്റ്റ് ആയിട്ട് ബൈ ഹാർട്ട് പഠിച്ചു വെച്ചാൽ പോലും കുഴപ്പമില്ല. പക്ഷെ അപ്പോഴും മനസ്സിലാക്കുക അതിന്റെ ലോജിക് എന്താ. വെറുതെ A dot B divided by mod A നല്ല പഠിക്കേണ്ടത്. അത് ബിന്റെ ലെങ്ത് ആണ് എങ്ങോട്ടേക്കുള്ള, ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ, എന്റെ ഡയറക്ഷനിലുള്ള ബിന്റെ കമ്പോണന്റ് ആണ്. എ ഡോട്ട് ബി എന്ന് പറയുന്നത് മോഡ് എ മോഡ് ബി കോസ് തീറ്റ ആണ്. നമുക്ക് വേണ്ടുന്നത് മോഡ് ബി കോസ് തീറ്റ ആണ്. അതുകൊണ്ട് മോഡ് എ ഇവിടെ ഡിവൈഡ് ചെയ്യുന്നു. ഇതാണ് ഇതിന്റെ ലോജിക്. അങ്ങനെ മനസ്സിലാക്കിയാലേ നമുക്ക് ജെയ്ക്ക് വരുന്ന നല്ല ക്വസ്റ്റ്യൻസിൽ അതിന്റെ ആക്ച്വൽ മീനിങ്, ഈ പ്രൊജക്ഷൻ എന്ന് പറയുന്ന വാക്ക് ക്വസ്റ്റ്യനിൽ ഉണ്ടാവില്ല. ഇൻഡയറക്ട്ലി പ്രൊജക്ഷൻ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കാതെ എക്സ്പ്രസ് ചെയ്യാണ് ചെയ്യുക. അപ്പോൾ ഈ തരത്തിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ കാര്യമുള്ളൂ. അടുത്തത് വെക്ടർ പ്രൊജക്ഷൻസ്. ഇത് അതിനേക്കാൾ എളുപ്പമാണ്. ദിസ് ഇസ് യുവർ വെക്ടർ എ ആൻഡ് ദിസ് ഇസ് വെക്ടർ ബി. ഇവിടുത്തെ ഇങ്ങോട്ടേക്ക് വരുന്ന ലെങ്ത് ഇതായിരുന്നു നേരത്തെ നമ്മൾ സ്കേലാർ പ്രൊജക്ഷൻ എന്ന് വിളിച്ചത്. അതിന്റെ മോഡുലസ് മോഡ് എ കോസ് തീറ്റ ആണ്. അതിനൊരു ഡയറക്ഷൻ കൂടി കൊടുക്കുക. ദാറ്റ് ഈസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ബി. ബിന്റെ അതേ ഡയറക്ഷനിലാണ്. നേരത്തെ ലെങ്ത് മാത്രമാണ് മോഡ് എ കോസ് തീറ്റ പറഞ്ഞത്. ഇപ്പൊ അതിന് ഡയറക്ഷൻ കൂടി ഉണ്ട്. ആ ഡയറക്ഷൻ ബിന്റെ ഡയറക്ഷൻ ആയത് നമുക്ക് ബി ക്യാപ്പ് എന്ന് കൊടുക്കാം. ബി ക്യാപ്പ് ഈസ് എ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ബി. ബി എന്ന് എഴുതരുത്. ബി എന്ന് എഴുതുമ്പോൾ അതിന്റെ ബിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് അത് മൾട്ടിപ്ലൈഡ് ആവും. അപ്പോൾ അത് തെറ്റാവും. സോ ദിസ് ഇസ് മോഡ് എ കോസ് തീറ്റ ഇൻറ്റു ബി ക്യാപ്. അതിനെ നമുക്കൊന്ന് പ്രോസസ് ചെയ്തെടുക്കാം. സോ വെക്ടർ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി ഇസ് ഈക്വൽ ടു മോഡ് എ കോസ് തീറ്റ ഈസ് എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് എ. മോഡ് ബി. മോഡ് എ കോസ് തീറ്റ ഈസ് എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് ബി into b cap. B cap can be written as vector b divided by mod b. So this is a dot b divided by mod b square times vector b. ഇതാണ് പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി. എന്റെ പ്രൊജക്ഷൻ ഓൺ ബി. ദിസ് ഇസ് എ വെക്ടർ പ്രൊജക്ഷൻ. ഇവിടെ ഒരു ഡയറക്ഷൻ കൂടി ഉണ്ട്. സ്കേലാർ പ്രൊജക്ഷനിൽ നിന്ന് വെക്ടർ പ്രൊജക്ഷനിലേക്ക് വരുമ്പോൾ സ്കേലാർ പ്രൊജക്ഷന്റെ വെക്ടർ പ്രൊജക്ഷന്റെ ലെങ്ത് സെയിം ആണ്. വെക്ടർ പ്രൊജക്ഷനിൽ അത് ഏത് ഡയറക്ഷനിലേക്കാണ് ഉള്ളത്, ആ ഡയറക്ഷനിലുള്ള ഒരു യൂണിറ്റ് വെക്ടർ കൊണ്ട് കൂടി നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. ആ യൂണിറ്റ് വെക്ടറിനെ ബി ക്യാപ്പിനെയാണ് ബി ബൈ മോഡ് ബി എന്ന് പറയുന്നത്. എനി യൂണിറ്റ് വെക്ടർ ഈസ് ദാറ്റ് വെക്ടർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് ഓൺ മോഡുലസ്. ഓക്കെ, ഇതാണ് വെക്ടർ പ്രൊജക്ഷൻ. അതുപോലെ തിരിച്ച് വെക്ടർ പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ. ബിന്റെ വെക്ടർ പ്രൊജക്ഷൻ ഓൺ എ. ഇത് ഇതേ ഫോർമുല പ്രകാരം എഴുതുകയാണെങ്കിൽ എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് എ സ്ക്വയർ ഇൻറ്റു വെക്ടർ എ എന്ന് വരും. ഈ 4 ഫോർമുലകൾ നിങ്ങൾ പഠിച്ചു വെക്കുക. ഓൾസോ യു സ്റ്റഡി ദ ഫോർമുല ഫോർ ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ്. അപ്പൊ എന്തൊക്കെയാ പഠിച്ചേ? 2 വെക്ടറിനടുക്കുള്ള ആംഗിൾ, ഇതാണ് ഒന്നാമത്തെ ആപ്ലിക്കേഷൻ. കോസ് തീറ്റ ഈസ് ഈക്വൽ എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് എ മോഡ് ബി. Second, scalar projection. Scalar projection of A on B is A dot B divided by mod B, and scalar projection of B on A is A dot B divided by mod A. Vector projection ആകുമ്പോൾ mod A ക്ക് പകരം mod A square into vector A എന്ന് വരും. അതുപോലെ mod B ക്ക് പകരം mod B square into vector B എന്നൊക്കെ വരും. ഇതാണ് ഡോട്ട് പ്രൊഡക്റ്റിന്റെ പ്രധാനമായിട്ടുള്ള ആപ്ലിക്കേഷൻസ്. ഡോട്ട് പ്രൊഡക്റ്റ് എന്താണ്, അതിന്റെ ആപ്ലിക്കേഷൻ എന്താണ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലായി. ഇനി നിങ്ങൾക്ക് ഫിസിക്സിൽ വേറെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ വർക്ക് ഡൺ എന്ന് പറയുന്നത് എഫ് ഡോട്ട് ഡി ആണ്. ഫോഴ്സ് ഡോട്ട് ഡിസ്പ്ലേസ്മെന്റ്. പവർ എന്ന് പറയുന്നത് എഫ് ഡോട്ട് വി ആണ്. റൊട്ടേഷണൽ മോഷനിലാണെന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ടോ ഡോട്ട് തീറ്റ ആൻഡ് പവർ ഈസ് ഈക്വൽ ടു ടോ ഡോട്ട് ഒമേഗ. ഇങ്ങനെ വെക്ടർ ഡോട്ട് ചെയ്തുകൊണ്ട് ടോർക്കും ആംഗുലർ വെലോസിറ്റി 2 വെക്ടേഴ്സ് ആണ്. പക്ഷെ ഡോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന പവർ സ്കേലർ ആണ്. അങ്ങനെ അപ്പോൾ ഇത് വേരിയബിൾ ഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ വർക്ക് ഈസ് ഈക്വൽ ടു x1 to x2 എഫ് ഡോട്ട് dx if the work is done by a variable force. ഡിസ്പ്ലേസ്മെന്റിന്റെ ഓരോ പോയിന്റിലും ഫോഴ്സിന്റെ വാല്യൂ ഡിഫറെന്റ് ആണെങ്കിൽ ഇന്റഗ്രേറ്റ് ചെയ്താൽ മതിയാവും. ഓക്കെ, ഇവിടെ ആണെങ്കിൽ അങ്ങനെ തന്നെയാണ്. ഇന്റഗ്രൽ ടോ ഡോട്ട് ഡി തീറ്റ ഫ്രം തീറ്റ 1 to തീറ്റ 2 അങ്ങനെയൊക്കെ ചെയ്താൽ മതി. ഓക്കെ, ഇതൊക്കെയാണ് ഇതിന്റെ മറ്റ് ഉപയോഗങ്ങൾ. ഇപ്പൊ നെറ്റ് ഫോഴ്സ് വർക്ക് ഡൺ ബൈ ദ നെറ്റ് ഫോഴ്സ് ആണ്. ഒന്നിലധികം ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ വർക്ക് ഡൺ ബൈ ദ നെറ്റ് ഫോഴ്സ് ആണെങ്കിൽ ആദ്യം ഫോഴ്സുകളെല്ലാം കൂടി ആഡ് ചെയ്യണം.
പിന്നെ ഡിസ്പ്ലേസ്മെന്റിന് പകരം ഇനീഷ്യൽ പൊസിഷനും ഫൈനൽ പൊസിഷൻ ആണെന്നുണ്ടെങ്കിൽ ഫൈനൽ മൈനസ് ഇനീഷ്യൽ ചെയ്താൽ ഡിസ്പ്ലേസ്മെന്റ് വെക്ടർ കിട്ടും. അതൊക്കെ പിന്നെ അതിന്റെ മറ്റു കാര്യങ്ങളാണ്, അതിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല. അടുത്തതായിട്ട് നമുക്ക് അറിയേണ്ടുന്ന കോൺസെപ്റ്റുകൾ വെക്ടർ അഡീഷൻ ആണ്. സോ മോഡുലസ് ഓഫ് എ പ്ലസ് ബി എന്താണ്? വെക്ടർ അഡീഷൻ എന്ന് പറയുമ്പോൾ ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷൻ, പാരലോഗ്രാം ലോ ഓഫ് വെക്ടർ അഡീഷൻ, ഒത്തിരി പറയാനുള്ള ഒരു ഏരിയ ആണ്. നമ്മളൊരു ക്രാഷ് ആയിട്ട് പെട്ടെന്ന് ഒരുപാട് ഇതിന്റെ ജോമെട്രി ഡയഗ്രാംസ് ഒന്നും വരക്കാതെ പെട്ടെന്ന് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ യൂസ്ഫുൾ ആവുന്ന ചില ഫോർമുലകൾ എങ്ങനെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. സോ ശ്രദ്ധിച്ചോളൂ. മോഡുലസ് ഓഫ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ പ്ലസ് 2a ഡോട്ട് ബി. ഇത് സാധാരണ ഒരു എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പോലെ തന്നെയാണ്. എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab. ഇവിടെ 2ab പകരം 2a ഡോട്ട് ബി ആണ്. കാരണം ഇത് വെക്ടേഴ്സ് ആണ്. വെക്ടേഴ്സ് അങ്ങനെ തോന്നിയ പോലെ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റില്ല. അവിടെ ഡോട്ട് പ്രൊഡക്റ്റ് ചെയ്യണം. അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതും അതിന്റെ പ്രോപ്പർട്ടീസ് എന്താണെന്ന് നമ്മൾ തൊട്ട് മുന്നേ ഡിസ്കസ് ചെയ്തല്ലോ. സിമിലർലി വെക്ടർ എ മൈനസ് ബി, വെക്ടർ എ മൈനസ് വെക്ടർ ബി ഹോൾ സ്ക്വയർ ഈക്വൽ ടു മോഡ് എ സ്ക്വയർ പ്ലസ് മോഡ് ബി സ്ക്വയർ, സ്വാഭാവികമായിട്ട് മൈനസ് 2a ഡോട്ട് ബി. എ മൈനസ് ബി ഹോൾ സ്ക്വയർ പോലെ തന്നെ. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി ഇത് രണ്ടും കൂടി ആഡ് ചെയ്യാം. Let this be 1, let this be 2. ഇത് രണ്ടും നമ്മൾ പഠിക്കണം. 1, 2 എടുത്തു എന്ന് വിചാരിച്ചത് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനുള്ള ഒരു ഹിന്റ് മാത്രമല്ല, ഇത് ഇങ്ങനെ തന്നെ ഓർത്തു വെക്കണം. ഇവിടെ 4 വ്യത്യസ്ത സാധനങ്ങളാണുള്ളത് ആദ്യത്തെ ഇക്വേഷനിൽ. ഒരു മോഡ് എ പ്ലസ് ബി, മോഡ് എ, മോഡ് ബി, എ ഡോട്ട് ബി. ഈ നാല് ക്വാണ്ടിറ്റീസ് തമ്മിൽ കണക്ട് ചെയ്യുന്ന ഒരു ഇക്വേഷൻ ആണ് മോഡ് എ പ്ലസ് ബി, മോഡ് എ, മോഡ് ബി, എ ഡോട്ട് ബി. അതിൽ ഏതെങ്കിലും 3 തന്നു കഴിഞ്ഞാൽ നമുക്ക് 4ാമത്തെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ തരത്തിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം? മോഡ് എ പ്ലസ് ബി, എ ഡോട്ട് ബി, മോഡ് ബി തന്നിട്ട് മോഡ് എ ചോദിച്ചാൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഇക്വേഷൻ ഉപയോഗിച്ചാൽ മതി. So it's a 4 unknown connecting equation. What is the use of a 4 unknown connecting equation? If 3 of them are given in question, then we will be able to find out the fourth. രണ്ടാമത്തും അങ്ങനെ തന്നെയാണ്. മോഡ് എ മൈനസ് ബി, മോഡ് എ, മോഡ് ബി, എ ഡോട്ട് ബി. ഇതിലെല്ലാം ഇൻവോൾവ് ചെയ്യുന്നത് എയും ബിയും ആണെങ്കിലും ഇവിടെ 2 അൺനോൺസ് ആണ് നിങ്ങൾ വിചാരിക്കരുത്. വെക്ടർ എ വെക്ടർ ബി എന്ന് പറയുന്ന വെറും 2 അൺനോൺസ് ആണ് ഇവിടെ ഉള്ളതെന്ന് വിചാരിക്കരുത്. വെക്ടറിന് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്. കാര്യം വെക്ടറിന്റെ മോഡ് എയും മോഡ് ബിയും മോഡ് എ മൈനസ് ബി തമ്മിൽ യാതൊരു ബന്ധം ഉണ്ടാവില്ല. അത് നമുക്ക് അങ്ങനെ പ്രിഡിക്ട് ചെയ്യാനൊന്നും പറ്റില്ല. ദാറ്റ് ഡിപ്പെൻസ് ഓൺ ദ ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി. അതുകൊണ്ട് ഈ രണ്ടാമത്തെ ഇക്വേഷനിലും 4 അൺനോൺസ് ഉണ്ട് എന്ന് എന്റെ മക്കൾ മനസ്സിലാക്കണം. The unknowns are mod a minus b, mod a, mod b and a dot b. If 3 of them are given, then you will be able to find out the fourth, or you can find out the fourth. ഇനി ഇത് രണ്ടും കൂടി വെറുതെ ഒന്ന് ആഡ് ചെയ്ത് നോക്കൂ. മോഡുലസ് ഓഫ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ is equal to 2 into mod a square plus mod b square. This is very very useful equation. എത്രയോ ക്വസ്റ്റ്യൻസ് ഇത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. പലപ്പോഴും നമ്മൾ ഇത് ഉപയോഗിച്ചല്ല ചെയ്യാറുള്ളത്. വേറെ എന്തെങ്കിലും ടെക്നിക്കുകൾ ഉപയോഗിച്ച് ഇങ്ങനെ ചെയ്ത് വരികയാണ് ചെയ്യുക. പക്ഷെ ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ വളഞ്ഞ് തിരിഞ്ഞ് ചെയ്തിരുന്ന പല ക്വസ്റ്റ്യൻസും വളരെയധികം ഫാസ്റ്റ് ആയിട്ട് മാറും. ഇവിടെയും അൺനോൺസ് മോഡ് എ പ്ലസ് ബി, മോഡ് എ മൈനസ് ബി, മോഡ് എ, മോഡ് ബി. ദർ ആർ 4 unknowns. 3 of them will be given in the question. അത് 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് 4ാമത് അനായാസം കണ്ടുപിടിച്ചെടുക്കാൻ പറ്റും. നമ്മൾ സാധാരണ മോഡ് എ പ്ലസ് ബി വന്നു കഴിഞ്ഞാൽ ആദ്യം ആംഗിൾ ബിറ്റ്വീൻ എ ആൻഡ് ബി കണ്ടുപിടിച്ച് എന്നിട്ട് ഡയഗ്രം ഒക്കെ വരച്ച് കഷ്ടപ്പെട്ട് മോഡ് എ മൈനസ് ബി കണ്ടുപിടിക്കാറുണ്ട്. അതൊന്നും ഇനി വേണ്ട. ഈ ഒരു ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യുക, അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇത് 1ഉം 2ഉം കൂടി ആഡ് ചെയ്തപ്പോഴാണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ നമുക്ക് 1ഉം 2ഉം തമ്മിൽ സബ്ട്രാക്ട് ചെയ്യാം. സോ വാട്ട് വി വിൽ ഗെറ്റ് മോഡുലസ് ഓഫ് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ മൈനസ് മോഡുലസ് ഓഫ് എ മൈനസ് ബി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു മോഡ് എ സ്ക്വയർ, മോഡ് ബി സ്ക്വയർ എല്ലാം കട്ടാവും. 2a ഡോട്ട് ബി മൈനസ് 4a ഡോട്ട് ബി. ദിസ് ഇസ് അനദർ വെരി യൂസ്ഫുൾ ഇക്വേഷൻ. അവിടെ 3 അൺനോൺസ് തമ്മിലാണ് കണക്ട് ചെയ്യുന്നത്. മോഡ് എ പ്ലസ് ബി, മോഡ് എ മൈനസ് ബി ആൻഡ് എ ഡോട്ട് ബി. ഇതിൽ ഏതെങ്കിലും 2 തന്നാൽ, അപ്പോൾ മോഡ് എ പ്ലസ് ബി, മോഡ് എ മൈനസ് ബി തന്നിട്ട് എ ഡോട്ട് ബി ചോദിക്കുന്ന ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എ ഡോട്ട് ബി, മോഡ് എ പ്ലസ് ബി തന്നിട്ട് മോഡ് എ മൈനസ് ബി ചോദിച്ചാൽ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം. മനസ്സിലാവുന്നുണ്ടല്ലോ. പിന്നെ ഇതിന് സ്ക്വയർ ഉള്ളതുകൊണ്ട് റൂട്ട് എടുക്കുമ്പോൾ പ്ലസ് ഓർ മൈനസ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല. കാരണം ഇത് മോഡുലസ് ആണ്. മോഡുലസ് എപ്പോഴും പോസിറ്റീവ് അല്ലെങ്കിൽ 0, ഒരിക്കലും നെഗറ്റീവ് വരില്ല. യെസ്. അപ്പൊ ഇതാണ് എ ഡോട്ട് ബി ഇൻവോൾവ് ആയിട്ടുള്ള മറ്റൊരു സ്ഥലം. പക്ഷെ ഇവിടെ നമ്മൾ പാരലലോഗ്രാം ലോ, ട്രയാങ്കിൾ ലോ ഓഫ് വെക്ടർ അഡീഷന്റെ ജോമെട്രിക്കൽ പാർട്ട്, അതിന്റെ ആ ഒരു ജോമെട്രിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളുടെ ഓൾജിബ്രിക് ഇന്റർപ്രിട്ടേഷൻ ഈ 4 ഇക്വേഷൻസ് ഉപയോഗിച്ച് നമുക്ക് ഹാക്ക് ചെയ്ത് പോകാൻ പറ്റും. അപ്പൊ ആക്ച്വൽ ട്രയാങ്കിൾ ലോയും പാരലലോഗ്രാം ലോയും അറിയാതെ തന്നെ നമുക്കിത് ഡീൽ ചെയ്യാൻ ഈ ഇക്വേഷൻസ് ഉപയോഗിച്ച് ഡീൽ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ് തിയറി പാർട്ട്. അടുത്ത നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് അറിയേണ്ട സാധനമാണ് ക്രോസ് പ്രോഡക്റ്റ്. ഡോട്ട് പ്രോഡക്റ്റ് പോലെ തന്നെ മറ്റൊരു പ്രോഡക്റ്റ് ആണ് ക്രോസ് പ്രോഡക്റ്റ്. പക്ഷെ ഇത് വെക്ടർ പ്രോഡക്റ്റ് ആണ്. ഇതിന്റെ റിസൾട്ട് നമുക്ക് വെക്ടർ ആയിട്ടാണ് കിട്ടുക. ഡോട്ട് പ്രോഡക്റ്റ് ഈസ് എ സ്കേലാർ ആൻഡ് ക്രോസ് പ്രോഡക്റ്റ് ഈസ് എ വെക്ടർ. ഇതിന്റെ റെപ്രസെന്റേഷൻ എ ക്രോസ് ബി എന്നാണ്. ഇത് പെട്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ടെക്നിക്ക് IJK AX AY AZ BX BY BZ. ഈ ഒരു ഡിറ്റർമിനന്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്താൽ മതി. ഈ ഫസ്റ്റ് റോ ഉപയോഗിച്ചുകൊണ്ട് IJK എന്ന് പറയുന്നത് ഈ ഒരു റോ ഉപയോഗിച്ചുകൊണ്ട് ഏത് റോ വേണമെങ്കിലും ഉപയോഗിക്കാം. പക്ഷേ എളുപ്പത്തിന് IJK തന്നെ യൂസ് ചെയ്യാം. എന്നിട്ട് ഇത് വെറുതെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തുകൊണ്ട് നമ്മൾ ഡിറ്റർമിനന്റ് ഇവാലുവേഷൻ നടത്താറുണ്ടല്ലോ. അങ്ങനെ ചെയ്താൽ നമുക്ക് എ ക്രോസ് ബി കിട്ടും. ബട്ട് എ ക്രോസ് ബി ഈസ് എ സ്കേലാർ അല്ല, ഇയാൾ വെക്ടർ ആണ്. വെക്ടർ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് സംശയം വരും ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ്. ഡയറക്ഷൻ ഈസ് പെർപെൻഡിക്കുലർ ടു ദ പ്ലെയിൻ ഓഫ്
എ ആൻഡ് ബി, എയും ബിയും കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിനിന് പെർപെൻഡിക്കുലർ ആണ്. പെർപെൻഡിക്കുലർ എന്ന് പറയുമ്പോൾ അടുത്ത കൺഫ്യൂഷൻ വരും, അത് ഔട്ട് ഓഫ് ദ പ്ലെയിൻ ആണോ ഇൻ ടു ദ പ്ലെയിൻ ആണോ. അതിനാണ് നിങ്ങൾ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. യെസ്, റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് സ്ക്രൂ റൂൾ. യെസ്, ഇത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ വെക്ടറിന്റെ, അതായത് എയിൽ നിന്ന് ബിയിലേക്ക് ഇങ്ങനെ കൈ മടക്കുക. അപ്പൊ ഈ തമ്പ് എങ്ങോട്ടേക്കാണോ നിൽക്കുന്നത്, ഇപ്പൊ ബിയിൽ നിന്ന് എയിലേക്ക് ഇങ്ങോട്ടാണ് മടക്കുന്നതെങ്കിൽ തമ്പ് താഴോട്ടേക്കാണ്. അങ്ങനെ അങ്ങനെ നിങ്ങൾക്ക് എ ക്രോസ് ബി ആണോ ബി ക്രോസ് എ ആണോ എന്നൊക്കെ നോക്കി ഡയറക്ഷൻ കണ്ടുപിടിക്കാം. അതൊന്നും വലിയ കാര്യമൊന്നുമില്ല, അതൊക്കെ എല്ലാവർക്കും അറിയാം. യെസ്, ഇനി എന്താണ് ഇതിന്റെ ആപ്ലിക്കേഷൻസ്? വാട്ട് ആർ ദ ആപ്ലിക്കേഷൻസ് ഓഫ് ദിസ്? ഒന്നാമത്തെ ആപ്ലിക്കേഷൻ നമ്മൾ ഓൾറെഡി പറഞ്ഞു, ടു ഫൈൻഡ് ഔട്ട് പെർപെൻഡിക്കുലർ ഡയറക്ഷൻ ഓഫ് ടു വെക്ടേഴ്സ്. രണ്ട് വെക്ടേഴ്സിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഡയറക്ഷൻ കണ്ടുപിടിക്കാൻ നമുക്ക് ക്രോസ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യാം. ഇപ്പൊ എൻ ക്യാപ്പ് ആണ് നോർമൽ എന്നുള്ള അർത്ഥത്തിലാണ് എൻ എന്ന് വരുന്നത്. സോ എൻ ക്യാപ്പ് ഈസ് എ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് എ ക്രോസ് ബി. അത് കിട്ടണമെങ്കിൽ എ ക്രോസ് ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ ക്രോസ് ബി ചെയ്താൽ മതിയാവും. ഇങ്ങനെ രണ്ട് വെക്ടേഴ്സ് എന്നാൽ ആ രണ്ട് വെക്ടേഴ്സിനും പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഒരു ഡയറക്ഷനിലേക്കുള്ള യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ, യൂണിറ്റ് വെക്ടർ അല്ലെങ്കിൽ യൂണിറ്റ് അല്ലാത്ത വെക്ടർ, യൂണിറ്റ് വെക്ടർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടമുള്ള മാഗ്നിറ്റ്യൂഡിലേക്ക് നമുക്ക് അതിനെ സ്കെയിൽ ചെയ്യാമല്ലോ, അതിന് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. സോ സെക്കൻഡ്, ഈ എ ക്രോസ് ബി എന്ന് പറയുന്ന സാധനം യഥാർത്ഥത്തിൽ എന്താണ്? എ ക്രോസ് ബി ഈസ് ഏരിയ, അതിന്റെ ജോമെട്രിക്കൽ ഇന്റർപ്രിട്ടേഷൻ, ഏരിയ ഓഫ് പാരലലോഗ്രാം ഹൂസ് അഡ്ജസന്റ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അഡ്ജസന്റ് കോഇനീഷ്യൽ സൈഡ്സ് ആർ എ ആൻഡ് ബി. അങ്ങനെ പറഞ്ഞപ്പോൾ ഒന്നും മനസ്സിലായിട്ടുണ്ടാവില്ല എന്ന് എനിക്കറിയാം, ഞാൻ ഡയഗ്രം ഉപയോഗിച്ച് കാണിച്ചു തരാം. യു ക്യാൻ ഇമാജിൻ എ പാരലലോഗ്രാം ലൈക്ക് ദിസ്. കോഇനീഷ്യൽ എന്ന് പറയുമ്പോൾ ഒരേ പോയിന്റിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം, അഡ്ജസന്റ് എന്ന് പറയുമ്പോൾ അടുത്തടുത്തുള്ളതായിരിക്കണം. അപ്പോൾ ഇതാണ് വെക്ടർ എ, ഈ സൈഡാണ് വെക്ടർ ബി. ഇത് രണ്ടും ഈ പോയിന്റിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് ഏത് വെർട്ടെക്സ് വേണമെങ്കിലും എടുക്കാം. പാരലോഗ്രത്തിന് 4 വെർട്ടെക്സ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരു വെർട്ടെക്സിൽ നിന്ന് ഇങ്ങനെ പോകുന്ന രണ്ട് വെക്ടേഴ്സ് എടുക്കാം. ഈ എയും ബിയും കൂടെ നിങ്ങൾക്ക് ക്രോസ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്ന സാധനം ഏരിയ ഓഫ് ദ പാരലോഗ്രാം, ഈ പാരലോഗ്രത്തിന്റെ ഏരിയ. അപ്പൊ നിങ്ങൾക്ക് സംശയം വരും, എ ക്രോസ് ബി ചെയ്താൽ നമുക്ക് ഒരു വെക്ടർ അല്ലേ കിട്ടുക, ഏരിയ ഒരു വെക്ടർ ആണോ എന്നൊരു സംശയം വരും. ഓഫ് കോഴ്സ് ഏരിയ ഈസ് എ വെക്ടർ. ഏരിയ എന്താണ്? ഒരു വെക്ടർ ആണ്. നമ്മൾ ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സലറേഷൻ ഇതൊക്കെ വെക്ടർ ആണെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. കാരണം അതിനൊരു ഡെഫിനറ്റ് ആയിട്ട് ഡയറക്ഷൻ ഉണ്ട്. ഡിസ്പ്ലേസ്മെന്റ് എങ്ങോട്ടാണ് സംഭവിച്ചത്, വെലോസിറ്റിന്റെ ഡയറക്ഷൻ എന്ന് ബോഡി മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ ആണ്, ആക്സലറേഷൻ ഡയറക്ഷൻ ഒക്കെ നമുക്ക് മനസ്സിലാവും. പക്ഷേ ഏരിയ ഒരു വെക്ടർ ആണെന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്കത് മനസ്സിലാവില്ല. കാരണം ഇതിനങ്ങനെ ഡയറക്ഷൻ കാണാം, ഇതിങ്ങനെ പരന്നു കിടക്കുന്ന ഒരു സാധനമാണ്. പരന്നു കിടക്കുന്ന സാധനത്തിന്റെ ഡയറക്ഷൻ എങ്ങോട്ടേക്കാണ് എന്നുള്ളൊരു സംശയം വരും. അതിന്റെ റീസൺ, ഇതൊരു ആക്സിയൽ വെക്ടർ ആണ്. രണ്ട് ടൈപ്പ് വെക്ടർ ഉണ്ട്. പോളാർ വെക്ടർ അല്ലെങ്കിൽ ട്രൂ വെക്ടർ എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. അതിലാണ് ഡിസ്പ്ലേസ്മെന്റ്, വെലോസിറ്റി, ആക്സലറേഷൻ, ഫോഴ്സ്, മൊമെന്റം ഇത്യാദി സാധനങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഒരു വെക്ടർ ഉണ്ട് ആക്സിയൽ വെക്ടർ അല്ലെങ്കിൽ സ്യൂഡോ വെക്ടർ, ഫേക്ക് വെക്ടർ, ഒരു തരികിട വെക്ടർ. അതിൽ വരുന്നതാണ് ആംഗുലർ ഡിസ്പ്ലേസ്മെന്റ്, ആംഗുലർ വെലോസിറ്റി, ആംഗുലർ ആക്സലറേഷൻ, ആംഗുലർ മൊമെന്റം, ടോർക്ക്, മാഗ്നറ്റിക് ഫീൽഡ്, അതെല്ലാം അതിൽ വരുന്നതാണ്. ആ കാറ്റഗറിയിലുള്ള ഒരു വെക്ടർ ആണ് ഏരിയ. സോ ഏരിയ ഈസ് എ വെക്ടർ. പക്ഷെ നമ്മൾ പലപ്പോഴും ഏരിയ പറയുന്നത് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു കോഡിലാറ്ററൽ ഏരിയ, ട്രയാങ്കിൾ ഏരിയ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ 2i - 3j + 4k അങ്ങനെ നമ്മൾ പൊതുവിൽ പറയാറില്ല. അതുകൊണ്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് നമ്മൾ ഏരിയ ആയിട്ട് പറയുക. സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഏരിയ ഇസ് ഈക്വൽ ടു മോഡുലസ് ഓഫ് എ ക്രോസ് ബി. അപ്പൊ ഒരു പാരലലോഗ്രത്തിന്റെ അഡ്ജസന്റ് സൈഡ് വെക്ടേഴ്സ് നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അത് രണ്ടും കൂടി ക്രോസ് ചെയ്താൽ നമുക്ക് ഏരിയ വെക്ടർ കിട്ടും. അതിന്റെ മാഗ്നിറ്റ്യൂഡ് എടുത്താൽ നമ്മൾ സാധാരണ പറയാറുള്ള ന്യൂമറിക്കൽ ഏരിയ നമുക്ക് കിട്ടും. ഓക്കെ, ഇതാണ് അതിന്റെ ഒരു യൂസ്. മൂന്നാമത്തെ യൂസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഏരിയ ഓഫ് പാരലോഗ്രാം പറഞ്ഞ സ്ഥിതിക്ക് ഏരിയ ഓഫ് ട്രയാങ്കിൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഏതൊരു ട്രയാങ്കിളും ഒരു പാരലോഗ്രത്തിന്റെ പകുതിയാണ്. അപ്പൊ ഇവിടെ ഇങ്ങനെ രണ്ട് വെക്ടേഴ്സ് എയും ബിയും ഉണ്ടെങ്കിൽ എ ക്രോസ് ബി ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പാരലോഗ്രത്തിന്റെ ഏരിയ ആണ് കിട്ടുക. അപ്പൊ ട്രയാങ്കിൾ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ആണ്. സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ, ആ ഡോട്ടഡ് ലൈൻ കൂട്ടണ്ട, ഡോട്ടഡ് ലൈൻ കൂടെ കൂട്ടിയാൽ പാരലോഗ്രാം ആവും. അപ്പൊ വരച്ചൊരു പാരലോഗ്രാം പോലെ അല്ല, നമ്മൾ ഇമാജിൻ ചെയ്താൽ മതി. ഓക്കെ, സോ ഏരിയ ഓഫ് ട്രയാങ്കിൾ ഇസ് ഈക്വൽ ടു ഹാഫ് മോഡുലസ് ഓഫ് എ ക്രോസ് ബി. അവിടെ ഏരിയ വെക്ടർ ആണ് വേണ്ടെങ്കിൽ മോഡുലസ് വേണ്ട, ഹാഫ് ഓഫ് എ ക്രോസ് ബി എന്ന് മാത്രം മതിയാവും. ഇതാണ് എ ക്രോസ് ബിന്റെ മറ്റൊരു ഉപയോഗം. ഇനിയും ഒരുപാട് ഉപയോഗങ്ങൾ പറയാനുണ്ട്. ഇപ്പൊ തൽക്കാലം അങ്ങനെ പോകുന്നില്ല. നമുക്ക് അടുത്തൊരു സംഭവം കൂടെ പഠിച്ചിട്ട് പെട്ടെന്ന് നിർത്താം. മോഡുലസ് ഓഫ് എ ക്രോസ് ബി എന്താണ് എന്ന് ചോദിച്ചാൽ, മോഡ് എ മോഡ് ബി സൈൻ തീറ്റ. ദിസ് ഇസ് വെരി സിമിലർ ടു മോഡ് എ മോഡ് ബി കോസ് തീറ്റ. എ ഡോട്ട് ബി മോഡ് എ മോഡ് ബി കോസ് തീറ്റ ആയിരുന്നു. മോഡുലസ് ഓഫ് എ ക്രോസ് ബി ഈസ് മോഡ് എ മോഡ് ബി സൈൻ തീറ്റ. എ ക്രോസ് ബി മോഡ് എ മോഡ് ബി സൈൻ തീറ്റ ആണെന്ന് പറയരുത്, കാരണം എ ക്രോസ് ബി വെക്ടർ ആണ്. അപ്പൊ അതിന്റെ മോഡുലസ് ആണ് മോഡ് എ മോഡ് ബി സൈൻ തീറ്റ. ഇനി ഇത് രണ്ടും കൂടി സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ 1 നമുക്ക് അറിയാലോ. അപ്പൊ ഇവിടെ എന്ത് വരും? എ ഡോട്ട് ബി ഹോൾ സ്ക്വയർ, അത് മോഡ് എ സ്ക്വയർ മോഡ് ബി സ്ക്വയർ കോസ് സ്ക്വയർ തീറ്റ ആണ്, പ്ലസ്
modulus of a cross b square, അത് mod a square mod b square sin square theta. A cross b is mod b sin theta, so a cross b square is mod a square mod b square sin square theta. This is equal to അവിടെ mod a square mod b square common factor എടുത്താൽ cos square theta plus sin square theta എന്ന് വരും. So this is very very important identity. This is called Lagrange identity in vectors. Lagrange identity in vectors. ഇവിടെ യൂസ്ഫുൾ ആവുന്നത് എങ്ങനെ തന്നെയാണ്? This is a four unknown connecting equation. ആരൊക്കെയാണ്? A dot b, a cross b, mod a, mod b. ഈ നാല് സാധനങ്ങളെ തമ്മിൽ കണക്ട് ചെയ്യുന്ന ഇക്വേഷൻ ആണ്. ഫോർ അൺനോൺ കണക്ടിംഗ് ഇക്വേഷന്റെ യൂസ് എപ്പോഴും എന്തായിരിക്കും? If three of them are given, then you can find out the fourth. ആ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എ ഡോട്ട് ബി തന്നു, മോഡ് എ തന്നു, മോഡ് ബി തന്നു, അപ്പോൾ നിങ്ങൾ നേരെ പോയി കോസ്റ്റീറ്റ കണ്ടുപിടിച്ച് കോസ്റ്റീറ്റ ട്രയാങ്കിൾ വരച്ച് സൈൻ തീറ്റ ആക്കി, ഇതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. ഇതിനകത്ത് ഈ തന്ന മൂന്നെണ്ണം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നാലാമത്തെ എ ക്രോസ് ബി കിട്ടാൻ ഇത്രേ പണിയുള്ളൂ. അല്ലെങ്കിൽ എ ഡോട്ട് ബിയും എ ക്രോസ് ബി മോഡ് ബിയും തന്നിട്ട് മോഡ് എ ചോദിക്കാം. അങ്ങനെ പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ്, 4 ഡിഫറെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാം. പിന്നെ ഇത് ഇൻഡയറക്റ്റ് ആയിട്ട് ഒരു വലിയ ക്വസ്റ്റ്യന്റെ ഉള്ളിൽ ഒരു ഇന്റേണൽ ഡീറ്റെയിൽസ് ആയിട്ട് ചിലപ്പോൾ ഇത് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെയൊക്കെ വന്നേക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കീമിനാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിച്ച് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് തന്നെ പ്രതീക്ഷിക്കാം. ജെയ്ക്ക് ആകുമ്പോൾ ഇത് ഉപയോഗം വരും, പക്ഷെ ഡയറക്റ്റ് ആയിരിക്കില്ല. ഇതും കഴിഞ്ഞിട്ട് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവം കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേറെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അങ്ങനെയാണല്ലോ. ഓക്കെ, അപ്പൊ ഇത്രയെങ്കിലുമൊക്കെ അറിയാം എന്നുള്ളതാണ്. നമുക്ക് പതിയെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. കുറച്ചുകൂടി കാര്യങ്ങൾ പറഞ്ഞുതരാം. സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. സ്കേലാർ, ഇത് പറയാതെ ക്വസ്റ്റ്യനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇത് ആവശ്യം വരുമ്പോൾ ഞാനത് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഞാൻ പിന്നെയും തിയറിയിലേക്ക് വരേണ്ടി വരും. സ്കേലാർ ട്രിപ്പിൾ പ്രൊഡക്റ്റ് നമ്മൾ എക്സ്പ്രസ് ചെയ്യാം ബോക്സ് എ ബി സി എന്നാണ്. ഇത് ബോക്സ് എ ബി സി എന്ന് വായിക്കുന്നതിലും കുഴപ്പമില്ല. ദിസ് ഇസ് ഈക്വൽ ടു എ ക്രോസ് ബി ഡോട്ട് സി, അല്ലെങ്കിൽ എ ഡോട്ട് ഓഫ്, എങ്ങനെ വേണമെങ്കിലും എഴുതാം, എ ഡോട്ട് ഓഫ് ബി ക്രോസ് സി. ഇത് ഇവാലുവേറ്റ് ചെയ്യാനുള്ള ടെക്നിക്ക് വളരെ എളുപ്പമാണ്. എ എക്സ് എ വൈ എ സെഡ് ബി എക്സ് ബി വൈ ബി സെഡ് സി എക്സ് സി വൈ സി സെഡ്. യു ക്യാൻ ഇവാലുവേറ്റ് ദിസ് ഡിറ്റർമിനന്റ് ടു ഗെറ്റ് ദ വാല്യൂ ഓഫ് ബോക്സ് എ ബി സി ഓർ എ ക്രോസ് ബി ഡോട്ട് സി, അതുമല്ലെങ്കിൽ എ ഡോട്ട് ഓഫ് ബി ക്രോസ് സി. ഇതെല്ലാം ഒന്ന് തന്നെയാണ്. ഓക്കെ, ഈ ഒരു ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇതിന്റെ രണ്ട് ആപ്ലിക്കേഷൻസ് നോക്കാം. അതിന് ഒരുപാട് പ്രോപ്പർട്ടീസ് പറയാനുണ്ട്. ഈ ബോക്സിനകത്തുള്ള രണ്ട് വെക്ടേഴ്സ് സെയിം ആവുകയാണെങ്കിൽ അത് 0 ആവും, സെയിം ആയ മാത്രമല്ല പ്രൊപ്പോർഷണൽ ആയാലും 0 ആവും. അതൊക്കെ ആക്ച്വലി ഡിറ്റർമിനന്റിന്റെ പ്രോപ്പർട്ടി തന്നെയാണ്. ഇവിടെ രണ്ട് വെക്ടേഴ്സ് സെയിം ആകുമ്പോൾ ഇവിടെ രണ്ട് റോസ് സെയിം ആവും. രണ്ട് റോസ് ഐഡന്റിക്കൽ ആണെങ്കിൽ ഡിറ്റർമിനന്റ് 0 ആണ്. രണ്ട് റോസ് പ്രൊപ്പോർഷണൽ ആയാലും ഡിറ്റർമിനന്റ് 0 ആണ്. അങ്ങനെയുള്ള പ്രോപ്പർട്ടീസ് ആണ്. അപ്പൊ അതൊക്കെ നിങ്ങൾ നോക്കുക. ദിസ് ഇസ് നത്തിങ് ബട്ട് എ ഡിറ്റർമിനന്റ്. സോ എവറി പ്രോപ്പർട്ടീസ് ഓഫ് ദ ഡിറ്റർമിനന്റ് വിൽ ബി carry forwarded to the properties of box product. അപ്പൊ അതൊക്കെ നിങ്ങൾ നോക്കുക. ഞാൻ പറയുന്നത് ഇതിന്റെ ജോമെട്രിക്കൽ മീനിങ്. പെട്ടെന്ന് ഇത്രയും പറഞ്ഞതിൽ നിന്ന് നിങ്ങൾക്ക് സെൽഫായിട്ട് ഡെവലപ്പ് ചെയ്യാൻ പറ്റാത്ത കുറച്ച് കാര്യങ്ങൾ. വാട്ട് ഇസ് ജോമെട്രിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദിസ്? ഒന്ന്, ജോമെട്രിക്കൽ സിഗ്നിഫിക്കൻസ്. നേരത്തെ എ ക്രോസ് ബി ഏരിയ ഓഫ് പാരലലോഗ്രാം ആണെന്ന് പറഞ്ഞ പോലെ ഈ എ ഡോട്ട് ബി ക്രോസ് സി അല്ലെങ്കിൽ ബോക്സ് എ ബി സി ഈസ് ദ വോളിയം ഓഫ് പാരലൽ പൈപ്ഡ് is equal to volume of parallel piped. ഓക്കെ, പാരലലോ പൈപ്ഡ് എന്ന് പറയാറുണ്ട്. പാരലലോ പൈപ്ഡ്. ഈ പാരലലോ പൈപ്ഡിന്റെ വോളിയം ആണത്രേ ബോക്സ് എ ബി സി, അല്ലെങ്കിൽ ഈ ഒരു ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത്. ചിലപ്പോൾ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ പേടിക്കേണ്ട, അതിന്റെ മോഡുലസ് എടുത്ത് പോസിറ്റീവ്, അതിന്റെ ന്യൂമറിക്കൽ വാല്യൂ മാത്രം എടുത്താൽ മതിയോ. യെസ്. അപ്പൊ സംശയം, ഈ പാരലൽ പൈപ്ഡ് എന്താണ്? സംഭവം ഒന്നുമില്ല. ഇങ്ങനെ 3 വെക്ടേഴ്സ് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇത് 3 ഒരേ പ്ലെയിനിലല്ല. എയും ബിയും ഒരേ പ്ലെയിനിലാണ്, സി വേറൊരു പ്ലെയിനിലാണ്. അപ്പൊ എയും ബിയും ചേർന്ന് ഇങ്ങനെ ഒരു ഫേസ് പാരലലോഗ്രാം ഫോം ചെയ്യും. ഈ ബിയും സിയും ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു ഫേസ് ഒരു പാരലലോഗ്രാം ഫോം ചെയ്യും. പിന്നെ ഈ ഇവിടെ ഇങ്ങനെ ഒരു പാരലലോഗ്രാം ഫോം ചെയ്യും. എന്ന് വെച്ചാൽ ഒരു ബോക്സ് തന്നെ, പക്ഷെ ബോക്സിന്റെ എല്ലാ സൈഡും റെക്ടാംഗിൾസ് ആയിരിക്കും. ഇവിടെ എല്ലാ സൈഡും റെക്ടാംഗിൾസ് അല്ല. സേ 6 ഫേസ്ഡ് ബോക്സ് ആൻഡ് ഓൾ ദ ഫേസസ് ആർ പാരലലോഗ്രാംസ്. അത് പെട്ടെന്ന് ഇമാജിൻ ചെയ്യാൻ എളുപ്പമല്ല. പക്ഷേ നിങ്ങൾ കാണുന്ന ബോക്സിന് ഇപ്പൊ ഒരു ഇഷ്ടിക എന്ന് പറയുന്നത് ആക്ച്വലി ഒരു പാരലൽ പൈപ്ഡ് ആണ്, പക്ഷെ അത് അറ്റ് ദ സെയിം ടൈം ഒരു ക്യൂബോയിഡ് കൂടിയാണ്. ഇറ്റ്സ് ഓൾ ഫേസസ് ആർ ആക്ച്വലി റെക്ടാംഗിൾസ്. ഇത് എല്ലാ റെക്ടാംഗിളും മാറി 6 ഫേസ് ആണല്ലോ ഒരു ബോക്സിന് ഉണ്ടാവുക. ഇതിന്റെ 6 ഫേസും റെക്ടാംഗുലർ ഫോമിൽ നിന്ന് ഡിസ്റ്റോർട്ട് ചെയ്ത് എല്ലാം പാരലലോഗ്രാം ആവണം. ദാറ്റ് ഇസ് വെരി ഡിഫിക്കൽട്ട് ടു ഇമാജിൻ. പക്ഷെ അങ്ങനെ ഒരു ഷേപ്പാണ് ഇത്. ആ ഒരു ഷേപ്പിൽ ഒരു ബോക്സ് കിട്ടും. ആ ബോക്സിന്റെ വോളിയമാണ് ബോക്സ് എ ബി സി. ഈ പാരലൽ പൈപ്ഡ് വരച്ചതൊക്കെ ഗൂഗിളിലൊക്കെ പോയി സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഈ യൂട്യൂബിലൊക്കെ അതിന്റെ ആനിമേഷൻ വീഡിയോസ് ഒക്കെ അതിങ്ങനെ തിരിച്ചു മറിച്ചൊക്കെ കാണിച്ചതിന്റെ പല ഭാഗത്തു നിന്നുള്ളൊരു വ്യൂ കണ്ടു കഴിഞ്ഞാൽ നമുക്കത് എന്താണെന്നുള്ളത് പിന്നീട് ഇമാജിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, യെസ്. ഇതിന്റെ മറ്റൊരു യൂസ് ആണ് രണ്ടാമത്തത്. ഇഫ് എ ബി സി ആർ കോപ്ലനാർ. അതെന്താന്ന് നിങ്ങൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇവിടെ പാരലൽ പൈപ്ഡ് എക്സിസ്റ്റ് ചെയ്യുന്നത് എയും ബിയും സിയും ഡിഫറന്റ് പ്ലെയിനിൽ നിൽക്കുന്നതുകൊണ്ടാണ്. അത് 3 ഒരേ പ്ലെയിനിലായി കഴിഞ്ഞാൽ പാരലൽ പൈപ്ഡ് ഉണ്ടാവില്ല. പാരലൽ പൈപ്ഡ് ഒരു 3 ഡയമെൻഷണൽ ഒബ്ജക്റ്റ് ആണ്.
എ ബി സി ഒറ്റ പ്ലെയിനിലാണെങ്കിൽ അത് ആ 3 വെക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരിക്കലും ഒരു 3 ഡൈമെൻഷണൽ ഒബ്ജക്ട് ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ വോളിയം 0 ആണ്. തിയററ്റിക്കലി അത് 0 ആവും. പ്രാക്ടിക്കലി അങ്ങനെ ഒരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ എ ബി സി ആർ കോപ്ലനാർ, then volume of parallel pipe is 0 and therefore box ABC is equal to 0. Box ABC 0 means AX, AY, AZ, BX, BY, BZ, CX, CY, CZ. This is equal to 0. അപ്പോൾ 3 വെക്ടേഴ്സ് വന്നിട്ട് കോപ്ലനാർ ആണെന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ വളരെ എളുപ്പമാണ്. നിങ്ങൾ മനസ്സിലാക്കുക, കോപ്ലനാർ ആകുമ്പോൾ പാരലൽ പൈപ്പ് എക്സിസ്റ്റ് ചെയ്യില്ല. മീൻസ് ദ വോളിയം ഓഫ് പാരലൽ പൈപ്പ് is 0. Therefore box ABC is 0 and therefore this determinant is 0. പക്ഷെ ഇത്രയൊന്നും ആലോചിക്കണമെന്നില്ല. നേരിട്ട് determinant equal to 0 എന്ന് എഴുതിയാൽ അതിൽ ഏതെങ്കിലുമൊക്കെ വെക്ടറിന്റെ ചില കമ്പോണൻസ് ഒക്കെ അൺനോൺസ് ആയിരിക്കും. ചിലത് ലാംഡാന്നും മ്യൂന്നും അങ്ങനെ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ ഈ ഡിറ്റർമിനന്റ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ആ അൺനോൺ വേരിയബിൾസിന്റെ ടെർമിനൽ ഇക്വേഷൻ വരും. അത് സോൾവ് ചെയ്യുക, അപ്പോൾ അൺനോൺസ് കിട്ടും. അങ്ങനെ ഓക്കെ. സോ വാട്ട് ഈസ് നെക്സ്റ്റ്? അടുത്തത് വെക്ടർ ട്രിപ്പിൾ പ്രോഡക്റ്റ്. ട്രിപ്പിൾ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ ട്രിപ്പിൾ മീൻസ് 3. സോ ട്രിപ്പിൾ പ്രോഡക്റ്റ് ഇസ് ദ പ്രോഡക്റ്റ് ഓഫ് 3 വെക്ടേഴ്സ്. സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ആകുമ്പോൾ നമ്മൾ 2 എണ്ണം തമ്മിൽ ക്രോസ് ചെയ്യുമെങ്കിൽ മൂന്നാമത് ഡോട്ട് ചെയ്യുമ്പോൾ അത് മൊത്തത്തിൽ സ്കേലാർ ആയി പോകും. അതുകൊണ്ടാണ് നമ്മൾ അതിനെ സ്കേലാർ ട്രിപ്പിൾ പ്രോഡക്റ്റ് എന്ന് വിളിക്കുന്നത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വെക്ടർ ട്രിപ്പിൾ പ്രോഡക്റ്റ് ആണ്. അതായത് 3 വെക്ടേഴ്സ് തമ്മിൽ പ്രൊഡക്റ്റ് എടുക്കുകയാണ്. അങ്ങനെ പ്രൊഡക്റ്റ് എടുത്ത് കഴിഞ്ഞാലും അറ്റ് ദ എൻഡ് റിസൾട്ട് ഷുഡ് ബി എ വെക്ടർ. അതിനൊറ്റ വഴിയുള്ളൂ, എ ക്രോസ് ഓഫ് എന്ത് തന്നെ ചെയ്യാം, ബി ക്രോസ് സി തന്നെ ചെയ്യാം. ബിയും സിയും തമ്മിൽ ക്രോസ് ചെയ്യാം, അതായത് എയുമായിട്ട് വീണ്ടും ക്രോസ് ചെയ്യാം. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്യാം. എ നേരെ എവേ വെക്ടറിലേക്ക് കൊണ്ടുപോകാം. എവയിലുള്ളത് സി അല്ലേ, അപ്പോൾ അവിടെ എ ഡോട്ട് സി, അത് ദിസ് ഇസ് എ റിയൽ നമ്പർ വാല്യൂ. എ ഡോട്ട് സി എന്ന് പറയുന്ന ഒരു റിയൽ നമ്പർ ആണ്. ദാറ്റ് ടൈംസ് വെക്ടർ ബി മൈനസ്, ഇനി എനെ നിയറർ വെക്ടറിലേക്ക് കൊണ്ടുവരാം. അപ്പൊ അതെന്തായി, എ ഡോട്ട് ബി ദാറ്റ് ടൈംസ് വെക്ടർ സി. ഇതാണ് അതിന്റെ പരിപാടി. അപ്പൊ സ്വാഭാവികമായി വരാൻ സാധ്യതയുള്ള ഒരു സംശയമാണ്, എ ക്രോസ് ബി ആദ്യം ചെയ്തിട്ട് പിന്നീട് ക്രോസ് സി ചെയ്താലോ? ഡോണ്ട് വറി, ഇവിടെ എനെ നമ്മൾ എവേ വെക്ടറിലേക്കാണ് കൊണ്ടുവരുന്നത്, അതേപോലെ സീനെ എവേ വെക്ടറിലേക്ക് കൊണ്ടുവരാം. അപ്പൊ എന്ത് കിട്ടും, സി ഡോട്ട് എ ടൈംസ് വെക്ടർ ബി മൈനസ്, അത് കഴിഞ്ഞ് നിയറർ വെക്ടറിലേക്ക് കൊണ്ടുവരിക, സി ഡോട്ട് ബി ടൈംസ് വെക്ടർ എ. ഇതിന്റെ ഇടയിൽ സബ്ട്രാക്ഷൻ ആണ്. ഇത്രയൊക്കെയാണ് പെട്ടെന്ന് ഒരു അരമണിക്കൂർ കൊണ്ട് 40 മിനിറ്റ് കൊണ്ട് വെക്ടറിലെ തിയറി ഒന്ന് ഓടിച്ച് പറയാൻ എന്നോട് ആവശ്യപ്പെട്ടാൽ എനിക്ക് ചെയ്യാൻ പറ്റാം. ഓക്കെ, ഇത്രയെങ്കിലൊക്കെ കാര്യങ്ങൾ അറിയണം. ഇതിന്റെ ജോമെട്രിക്കൽ മീനിങ്, എ ക്രോസ് ഓഫ് ബി ക്രോസ് സി ചെയ്താൽ നമുക്ക് കിട്ടുക, ഇറ്റ്സ് എ വെക്ടർ ഇൻ ദ പ്ലെയിൻ ഓഫ് ബി ആൻഡ് സി ആൻഡ് പെർപെൻഡിക്കുലർ ടു എ. So a cross of B cross C is a vector in the plane of B and C and perpendicular to A. അപ്പോൾ ഇതെന്തായിരിക്കും, A cross of B cross C is a vector in the plane of A and B and perpendicular to C. എയും ബിയും കണ്ടെയ്ൻ ചെയ്യുന്ന പ്ലെയിനിൽ നിൽക്കുകയും സിക്ക് പെർപെൻഡിക്കുലർ ആവുകയും ചെയ്യണം. അങ്ങനത്തെ വെക്ടർ ആവശ്യം വേണം എന്ന് പറഞ്ഞാൽ എ ക്രോസ് ബി ക്രോസ് സി ചെയ്താൽ മതി. അതിന് ഈ എ ക്രോസ് ബി ആദ്യം കഷ്ടപ്പെട്ട് ഡിറ്റർമിനന്റ് ഉപയോഗിച്ച് ക്രോസ് ചെയ്ത് എന്നിട്ട് അതിനെ സി ആയിട്ട് വീണ്ടും ക്രോസ് ചെയ്യേണ്ട കാര്യമില്ല. യു ക്യാൻ ഡയറക്ട്ലി യൂസ് ദ ഫോർമുല സി ഡോട്ട് എ ടൈംസ് വെക്ടർ ബി മൈനസ് സി ഡോട്ട് ബി മൈനസ് വെക്ടർ എ. സോറി, സി ഡോട്ട് ബി ഇൻറ്റു വെക്ടർ എ. Okay. So let's go to the questions. എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? A is equal to I minus j, B is equal to I plus j plus k, C be a vector such that A cross C plus B is equal to 0, A dot C is equal to 4, then what is mod C square? So beautiful question. അപ്പോൾ നമുക്ക് പതിയെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം. A cross C, A cross C plus B is equal to 0. ഇവിടെ തന്നിട്ടുണ്ട്. So you will get A cross C from this. A cross C is equal to minus B. മോഡുലസ് എടുക്കണ്ടേ? മോഡുലസ് ഇല്ല. A cross C is equal to minus B. ഇനി നമുക്ക് രണ്ട് സൈഡിൽ മോഡുലസ് എടുക്കാം. മോഡുലസ് എടുത്താൽ മോഡുലസ് ഓഫ് A cross C is equal to മോഡുലസ് ഓഫ് മൈനസ് വെക്ടർ B. അത് മോഡ് B തന്നെ ആയിരിക്കും. B is given here I plus j plus k. Its modulus is root 3. So mod B is root 3 and therefore modulus of A cross C is also root 3. അത് ഈ ഒരു ഇക്വേഷൻ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ സംശയം വരിക, ഈ A cross C മൈനസ് ബി അല്ലേ എന്നാണ്. മൈനസ് ബി തന്നെയാണ്, പക്ഷെ മോഡുലസ് എടുക്കുമ്പോൾ മോഡ് ഓഫ് മൈനസ് ബി is mod B itself. ഓക്കെ, ഇനി നമ്മൾ അവസാനം പറഞ്ഞ ലഗ്രാൻസ് ഐഡന്റിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ, എ ഡോട്ട് സി ഹോൾ സ്ക്വയർ പ്ലസ് എ ക്രോസ് ബി ഹോൾ സ്ക്വയർ ഇസിക്കൽ മോഡ് എ സ്ക്വയർ മോഡ് ബി സ്ക്വയർ. ഇത് നമുക്ക് വെക്ടർ എയും സിയും വെച്ചുകൊണ്ട് ചെയ്യാം. കാരണം മോഡ് എ ക്രോസ് സി നമുക്ക് കിട്ടി, മോഡ് എ ഡോട്ട് സി ഇവിടെ തന്നിട്ടുണ്ട് 4 ആണെന്ന്, ഐ മീൻ എ ഡോട്ട് സി തന്നിട്ടുണ്ട്. സോ ലെറ്റ് us യൂസ് ദ ഇക്വേഷൻ എ ഡോട്ട് സി ഹോൾ സ്ക്വയർ പ്ലസ് മോഡുലസ് ഓഫ് എ ക്രോസ് സി ഹോൾ സ്ക്വയർ is equal to mod a square into mod c square. 3 things are known. A dot c directly തന്നിട്ടുണ്ട്.
എ ക്രോസ് സി തന്നിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ നമ്മൾ ചില ട്രിക്ക് ഉപയോഗിച്ചിട്ട് ഈ എ ക്രോസ് സി പ്ലസ് ബി അത് ഉപയോഗിച്ചുകൊണ്ട് അത് √3 ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ഇനി RHS ഉള്ളത് മോഡ് എ സ്ക്വയർ ഇൻറ്റു മോഡ് സി സ്ക്വയർ ആണ്. മോഡ് എ സ്ക്വയർ ഇതിൽ നിന്ന് കിട്ടും, അത് നേരിട്ട് തന്നിട്ടില്ല. A = I - j തന്നിട്ടുണ്ട്. അപ്പൊ അതിന് മോഡുലസ് √2 ആവും, സ്ക്വയർ ചെയ്താൽ 2 ആവും. എല്ലാ വാല്യൂസും നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. So A dot C square is 16, A cross C whole square is √3 square is equal to 3, that is equal to mod A square is 4 into mod C square. So 16 plus 3 is 19 is equal to 4 times mod C square, and mod C square is 4 alla, this is 2, not 4. Mod A √2 ആണ്, so mod A square is 2. 2 നമ്മൾ ഇങ്ങോട്ടേക്ക് ഡിവൈഡ് ചെയ്താൽ mod C square equal to 19 divided by 2 is the choice. So you can see 19 by 2 here in option 1. അപ്പോൾ മനസ്സിലായോ? ഇപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ഇതൊക്കെ ചെയ്യാം. വെക്ടറിന്റെ മോഡുലസ് കണ്ടുപിടിക്കുന്നതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയേ ഉള്ളൂ. അതൊക്കെ നിങ്ങൾക്ക് അറിയാം എന്നൊരു ഇതിലാണ്. മക്കളെ മനസ്സിലാവുന്നുണ്ടോ? ഹലോ മക്കളെ മനസ്സിലാവുന്നുണ്ടോടാ? മനസ്സിലാവുന്നുണ്ട് എല്ലാവരും കമന്റ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് വേഗം അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. Yes guys, Shaheen comment ചെയ്ത correct ആണ്, option 1. So let's go to next question. A is equal to I plus j plus √2k, B is equal to B1 I plus B2 j plus √2k, C is equal to 5i plus j plus √2k, be 3 vectors such that the projection of B on A is A എന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ അത് വെക്ടർ പ്രൊജക്ഷൻ ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെ വളരെ ക്ലിയർ ആണ്. അപ്പൊ എന്തായിരുന്നു പ്രൊജക്ഷൻ ഓഫ് B on A? നമ്മൾ പഠിച്ചാണല്ലോ, B dot A divided by mod A സ്ക്വയർ ടൈംസ് വെക്ടർ എ. അത് എന്ത് തന്നെയാണ്? വെക്ടർ എ തന്നെയാണ്. എന്ന് വെച്ചാൽ വെക്ടർ എന്റെ കൂടെയുള്ള നമ്മളെ ഫോർമുലയിൽ ഇതാണ് വെക്ടർ പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ. അതിന്റെ ഇവിടെ ഒരു വെക്ടർ ഉണ്ട്, ഇവിടെ വെക്ടർ ഉണ്ട്. അപ്പൊ അത് രണ്ടും ഇങ്ങനെ കട്ട് ചെയ്ത് പറഞ്ഞാൽ ബി ഡോട്ട് എ ഡിവൈഡഡ് ബൈ മോഡ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്നാണ് നമുക്ക് കിട്ടുക. അഥവാ ബി ഡോട്ട് എ ഇസ് ഈക്വൽ ടു മോഡ് എ സ്ക്വയർ. ദാറ്റ്സ് എ ബ്യൂട്ടിഫുൾ ഇക്വേഷൻ. അതിനെ മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് പിന്നീട് നമുക്ക് എന്താണ് ചോദിച്ചതെന്ന് വെച്ചാൽ അതിലേക്ക് ഈസി ആയിട്ട് മൂവ് ചെയ്യാം. ഒരു ഡേറ്റയും കൂടെ വേണ്ടി വരും, അത് ഇവിടെ ഉണ്ടോ? Such that the projection of B on A is A, okay, and A plus B is perpendicular to C. Yes. What is the conclusion of two vectors being perpendicular? A എന്ന് പറയുന്ന വെക്ടർ ബിക്ക് പെർപെൻഡിക്കുലർ ആണെങ്കിൽ A dot B is equal to 0. അത് ഞാൻ പറഞ്ഞിട്ടില്ല, പക്ഷെ അതൊക്കെ നിങ്ങൾക്ക് അറിയാം. വെക്ടേഴ്സ് പെർപെൻഡിക്കുലാരിറ്റി എത്രയും പെട്ടെന്ന് മാത്തമാറ്റിക്കലി മോഡൽ ചെയ്യാൻ അതിന്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്തിട്ട് 0 കൊടുത്താൽ മതി. ഇത് നിങ്ങൾക്ക് പ്രൊജക്ടൈൽ മോഷനിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഒരു പ്രൊജക്ടൈൽ നിങ്ങൾ ത്രോ ചെയ്തു, ഒരു പെർട്ടിക്കുലർ ടൈമിൽ അതിന്റെ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റിക്ക് പെർപെൻഡിക്കുലർ ആയി എന്നൊക്കെ പറഞ്ഞാൽ വെലോസിറ്റിനെ ടൈമിന്റെ ടേമിൽ വെക്ടർ ഫോമിൽ റെപ്രസെന്റ് ചെയ്യുക. ഇനീഷ്യൽ വെലോസിറ്റി ആയിട്ട് ഡോട്ട് ചെയ്തിട്ട് ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ മതി. അതൊക്കെ നിങ്ങൾക്ക് ഫിസിക്സിൽ ഉപയോഗിക്കാവുന്നതാണ്. എനിവേ ഇവിടെ A plus B is perpendicular to C ആണ്. സോ വി വിൽ ഗെറ്റ് A plus B dot C is equal to 0. മോഡ് ബി ആണ് അവസാനം ചോദിക്കുന്നത്, അതിലേക്കുള്ള ഹിന്റ് നമുക്ക് ഇതിന് കിട്ടുമായിരിക്കും. സോ A plus B dot C is equal to 0. ഈ ഡോട്ട് ഓപ്പൺ ചെയ്താൽ A dot C plus B dot C is equal to 0. A dot C is equal to minus of B dot C. ഇതിന്റെ ഉപയോഗം എന്താണെന്നൊന്നും അറിയില്ല, വെറുതെ അങ്ങനെ എഴുതിയെന്നുള്ളൂ. യെസ്, ഇതിന് അവസാനം മോഡ് ബി ആണ്. അപ്പൊ നോക്കാം എന്താണ് A dot C. A എന്ന് പറയുന്നത് I plus j plus √2k, C എന്ന് പറയുന്നത് 5i plus j plus √2k. അപ്പൊ രണ്ടും കൂടി നമ്മൾ ഡോട്ട് ചെയ്താൽ എങ്ങനെ ഡോട്ട് ചെയ്യേണ്ടത് നമ്മൾ പറഞ്ഞാണ്, കറസ്പോണ്ടിങ് കമ്പോണന്റുകൾ മൾട്ടിപ്ലൈ ചെയ്താൽ. സോ 5 plus 1 plus 2, 5 plus 1 plus 2. അപ്പൊ അതെല്ലാം കൂടി 8 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് വാട്ട് ഈസ് B dot C. ബിന്റെ കമ്പോണന്റ് B1 B2 ഒക്കെയാണ്. സോ 5B1 plus B2 plus 2, 5B1 plus B2 plus 2. ഇതെല്ലാം കൂടെ നമ്മളൊന്ന് സിംപ്ലിഫൈ ചെയ്താൽ ഈ RHSലുള്ള എല്ലാ വാല്യൂം കൂടെ LHSലേക്ക് എടുത്താൽ 5B1 plus B2 plus 2 is equal to, ഇതെല്ലാം കൂടി RHSലേക്ക് എടുത്താൽ -8. So 5B1 plus B2 is equal to -10. Let it be the first equation involving B1 and B2. B1 B2 എന്ന് പറയുന്ന രണ്ട് അൺനോൺസ് ഉണ്ട്, അത് ഇൻവോൾവ് ആയിട്ടുള്ള ഫസ്റ്റ് ഇക്വേഷൻ ആണിത്. ഇതേപോലെ ഒരു ഇക്വേഷൻ കൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് സോൾവ് ചെയ്യാം. രണ്ടാമത്തെ ഇക്വേഷൻ ആണ് ഈ സാധനം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, B dot A divided by mod A square equal to 1. A dot B divided by mod A square is equal to 1. അഥവാ A dot B is equal to mod A square. എന്തായിരുന്നു A dot B? നമുക്ക് എയും ബിയും കൂടി ഡോട്ട് ചെയ്യാം. സോ B1 plus B2 plus 2. B1 plus B2 plus 2 is equal to mod A square. What is mod A square? Mod A is 1 plus 1 plus 2. So root 4 is 2. Square ചെയ്യുമ്പോൾ അത് 4 ആവും. അഥവാ B1 plus, വളരെ എളുപ്പമാണ്. അവസാനം ചോദിക്കുന്നത് മോഡ് ബി ആണ്.
മോഡ് ബി കിട്ടണമെങ്കിൽ ബിന്റെ എല്ലാ കമ്പോണൻസും അറിയണം. ബിന്റെ കമ്പോണൻസ് ബി എക്സ് ബി വൈ ബി സെറ്റ് ആണെങ്കിൽ റൂട്ട് ഓഫ് ബി എക്സ് സ്ക്വയർ പ്ലസ് ബി വൈ സ്ക്വയർ പ്ലസ് ബി സെറ്റ് സ്ക്വയർ ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുന്നതിലുള്ള തടസ്സം the x component and y component or I component and j component are unknowns. B1 and B2 എന്നാണ് തന്നത്. രണ്ടിന്റെ വാല്യൂ അറിയില്ല. അതുകൊണ്ട് ആദ്യം B1 ഉം B2 എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ എയിം. B1 B2 രണ്ട് അൺനോൺസ് ആണ്. രണ്ട് അൺനോൺസ് സോൾവ് ചെയ്യണമെങ്കിൽ രണ്ട് ഇക്വേഷൻ വേണം. അതിലെ ഫസ്റ്റ് ഇക്വേഷൻ ആണ് ഈ പ്രൊജക്ഷൻ ഓഫ് B on A is A എന്നതിനെ ഫോർമുലേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. രണ്ടാമത്തതാണ് A plus B is perpendicular to C അഥവാ A plus B dot C equal to 0. അങ്ങനെ നമുക്ക് കിട്ടുന്നത്. കാര്യം മനസ്സിലായല്ലോ. So 5B1 plus B2 is equal to -10 and B1 plus B2 is equal to 2. This is equation number 2. First equation നമ്മൾ എടുത്ത് എഴുതാം. 5B1 plus B2 is equal to -8. This is equation 1. ഇത് 1ൽ നമുക്ക് 2 subtract ചെയ്യാം. So 4B1 is equal to -10 and B1 is equal to minus of 5/2. Similarly B2 എന്ത് കിട്ടും? ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ B2 is equal to 2 minus of -5/2 അഥവാ 2 plus 5/2 is equal to 9/2. Okay, so -5/2, 9/2. Third component root 2. So vector B is equal to -5/2 I plus 9/2 J plus root 2. What was the third component? Yes, root 2K. So mod B is equal to root of 25/4 plus 81/4. Root 2 is actually 2 root 2. So 8/4. ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ 25 plus 8 is 33. 33 plus 81 114. 114 divided by 4. പറ്റുന്ന ഓപ്ഷൻ ഏതാ? ഓപ്ഷൻസ് ഒന്നുമില്ല. 114 is not a multiple of 4. അത് ക്യാൻസൽ ചെയ്യാനും പറ്റില്ല. എവിടെയെങ്കിലും എറർ ഉണ്ടോ? mod A square is equal to 1 plus 1 plus 2 is equal to 4. So B1 plus B2 is equal to 2. Here A dot C is 5 plus 1 6 plus 2 8. Okay, when we subtract them 6 എന്നാണ് ആൻസർ തന്നേക്കുന്നത്. 25, 81 and 8/4. 89, 25, 4, 114. ഓക്കെ, ഇതൊന്ന് ചെക്ക് ചെയ്യണം. ഇതിലുള്ള ഓപ്ഷൻസ് ഒന്നും വരുന്നില്ല. ചിലപ്പോൾ നമ്മൾ ഈ ഒരു B1 B2 കാൽക്കുലേറ്റ് ചെയ്തെടുത്ത് വന്ന് എന്തെങ്കിലും എറർ ആയിരിക്കാൻ സാധ്യതയുണ്ട്. അതിന് നമ്മൾ സമയം കളയണ്ട, നമുക്ക് അടുത്തേക്ക് പോവാം. നിങ്ങൾ ചെയ്ത് നോക്കുക, എന്നിട്ട് ആൻസേഴ്സ് കമന്റ് ചെയ്യുക. അപ്പോൾ ഞാൻ നോക്കാം. സോ ഐഡിയ മനസ്സിലായല്ലോ, എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഇതിന്റെ പ്രൊസീജിയർ മനസ്സിലായല്ലോ. നമ്മൾ ചെയ്തതിൽ എന്തെങ്കിലും എറർ ഉണ്ടാവും. ഓൾറെഡി സമയമില്ല, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ തൽക്കാലം സ്കിപ്പ് ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഗോ ടു നെക്സ്റ്റ്. A is equal to 2i plus lambda 1 j plus 3k. B is equal to 4i plus 3 minus lambda 2j plus 6k. C equal to 3i plus 6j plus lambda 3 minus 1 into k. Be 3 vectors such that B is equal to 2a. B equal to 2a ആണെങ്കിൽ അതിന്റെ കമ്പോണൻസ് ഡബിൾ ആയിരിക്കണം. അപ്പോൾ ബിന്റെ ഫസ്റ്റ് കമ്പോണന്റ് 4, ഇവിടെ 2. 2ന്റെ ഡബിൾ തന്നെയാണ് 4, അത് ഓക്കെ ആണ്. പിന്നെ 3 മൈനസ് ലാംഡ 2 ഷുഡ് ബി ഈക്വൽ ടു 2 ലാംഡ 1, അതിന്റെ ഡബിൾ ആവണം. അപ്പോൾ ലാംഡ 2 അങ്ങോട്ടേക്ക് എടുത്താൽ 2 ലാംഡ 1 പ്ലസ് ലാംഡ 2 ഇസ് ഈക്വൽ ടു 3. ദിസ് ഇസ് ദ ഫസ്റ്റ് ഇക്വേഷൻ ഇൻവോൾവിംഗ് ലാംഡ. നേരത്തെ പോലെ തന്നെയാണ് ഇതും പോകുന്നത്. ഇക്വേഷൻസ് ഉണ്ടാക്കി സോൾവ് ചെയ്യാന്നുള്ളത് തന്നെയാണ്. അടുത്തത് സി എന്ന് പറയുന്ന ഒരു വെക്ടർ കൂടി തന്നിട്ടുണ്ട്. ബി ഇസ് ഈക്വൽ ടു 2a, ഓക്കെ. ആൻഡ് എ ഇസ് പെർപെൻഡിക്കുലർ ടു സി. എ സിക്ക് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എ ഡോട്ട് സി മസ്റ്റ് ബി ഈക്വൽ ടു 0. അപ്പോൾ എയും സിയും കൂടി നമുക്ക് ഡോട്ട് ചെയ്യാം. സോ 2 into 3 is 6. Then lambda 1 into 6 is plus 6 lambda 1 plus 3 into lambda 3 minus 1 plus 3 into lambda 3 minus 1 is equal to 0. This is an equation involving lambda 1 and lambda 3. So മൊത്തത്തിൽ 3 cancel ചെയ്യാം. So 2 plus 2 lambda 1 plus lambda 3 minus 1 is equal to 0. 2 lambda 1 plus lambda 3 is equal to minus 1. 2 minus 1 1 ആവും. 1 RHSലേക്ക് എടുക്കും. minus 1. This is equation number 2. ഇവിടെ 3 അൺനോൺസ് ഉണ്ട്, ലാംഡ 1 ലാംഡ 2 ലാംഡ 3. പക്ഷെ അതിന് മൂന്നിനും കൂടെ സോൾവ് ചെയ്യാൻ നമുക്ക് ആകെ 2 ഇക്വേഷൻ നമ്മുടെ കയ്യിലുള്ളൂ. അപ്പോൾ ഇതിനെ നമുക്ക് ക്രാമേഴ്സ് റൂൾ ഉപയോഗിച്ചിട്ട് സിംപ്ലിഫൈ ചെയ്ത് എടുക്കേണ്ടി വരും. ഇപ്പോൾ ലാംഡ 1ന്റെ ലാംഡ 2ന്റെ ടേമിലേക്ക് ഇതിനെ മാറ്റുവാണെങ്കിൽ 2 ലാംഡ 1
plus 0 lambda 2 is equal to minus of 1 plus lambda 3. ഇങ്ങനെ മാറ്റാം ഈ ഇക്വേഷനെ. ഫസ്റ്റ് ഇക്വേഷൻ 2 lambda 1 plus lambda 2 is equal to 3. ഇതിൽ നമുക്ക് ക്രാമേഴ്സ് റൂൾ യൂസ് ചെയ്യാം. ക്രാമേഴ്സ് റൂൾ ഉപയോഗിക്കുമ്പോൾ ഡെൽറ്റ is equal to 2 2 0 1. This is equal to 2 itself. ഇനി ഡെൽറ്റ എക്സ് ഡെൽറ്റ വൈ ഒക്കെ വേണം. സോ ഡെൽറ്റ ലാംഡ 1. അതിൽ ഫസ്റ്റ് റോ ഈ 2 2 എന്ന് പറയുന്ന ഈ റോനെ നമുക്ക് എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യാം? ഈ ആർ എച്ച് എസിലുള്ള വാല്യൂസ് വെച്ച് റീപ്ലേസ് ചെയ്യാം. സോ മൈനസ് ഓഫ് 1 പ്ലസ് ലാംഡ 3, ആർ എച്ച് എസിലെ അടുത്ത വാല്യൂ 3, ദെൻ 0 1. ഇതാണ് ഡെൽറ്റ ഓഫ് ലാംഡ 1. This is equal to minus of 1 plus lambda 3. Now delta lambda 2 is equal to second row ആണ് replace ചെയ്യേണ്ടത്. 2 2 minus of 1 plus lambda 3 3. This is equal to 6 plus 2 into 1 plus lambda 3. This is 2 lambda 3 plus 8. അപ്പോൾ നമുക്ക് lambda 1 എന്ത് കിട്ടും? lambda 1 is equal to delta lambda 1 divided by delta minus of 1 plus lambda 3 divided by, what is that value? 2. ഇങ്ങനെ കിട്ടും. This is the relationship between lambda 1 and lambda 3. ഇതേപോലെ lambda 2 വേണ്ടി സോൾവ് ചെയ്താൽ 2 lambda 3 plus 8 divided by 2 is equal to lambda 3 plus 4. അപ്പോൾ lambda 1നെ lambda 2നെ നമുക്ക് ആരുടെ ടേമിൽ കിട്ടിയിട്ടുണ്ട്? lambda 3ന്റെ ടേമിൽ കിട്ടിയിട്ടുണ്ട്. ഇനി എന്താ ചോദ്യം? അതിന്റെ പോസിബിൾ ഓപ്ഷൻസ് ഏതൊക്കെയാണ്? അതായത് ഇതിൽ ശരിയാവണം. ലാംഡ 3ന്റെ വാല്യൂ നമ്മൾ 1 എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കിയാൽ ലാംഡ 1 ലാംഡ 2 1 3 യഥാക്രമം കിട്ടണം. അപ്പോൾ ലാംഡ 3ക്ക് ഞാനിപ്പോൾ 1 കൊടുക്കുകയാണ്. 1 കൊടുത്താൽ ഇവിടെ -2/2 -1 ആണ് കിട്ടുക. അങ്ങനെ ഓപ്ഷൻ ഇല്ല. അപ്പോൾ അത് വിട്ടേക്കുക. അടുത്ത് ലാംഡ 3ക്ക് 0 കൊടുത്താൽ ഈ രണ്ട് ഓപ്ഷൻസ് വരുന്നുണ്ടോ നോക്കണം. ഇവിടെ ലാംഡ 3ക്ക് 0 കൊടുത്താൽ -1/2 വരും. ഓപ്ഷൻ കറക്റ്റ് ആണ്. ഇവിടെ ലാംഡ 3ക്ക് നമ്മൾ 0 കൊടുത്തു കഴിഞ്ഞാൽ ഈ 4 കിട്ടും. So lambda 2 is equal to 4. So the best choice is option 2. When you put lambda 3 is equal to 0, lambda 1 is -1/2 and lambda 2 is 4. Equation solve ചെയ്യുന്ന നോക്കുക. പക്ക നിങ്ങൾ ഡിറ്റർമിനൻസിൽ പഠിക്കുന്ന ക്രാമേഴ്സ് റൂൾ ആണ്. അതിനൊന്നും കൂടുതൽ ഡീറ്റെയിലിംഗിലേക്ക് ഞാൻ പോകുന്നില്ല. അതൊക്കെ വെക്ടർ എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പുറത്താണ്. ഇത് ഇങ്ങനെ തന്നെ സോൾവ് ചെയ്യണമെന്നില്ല. വേറെ പല രീതിയിൽ ലാംഡ 1നെ ലാംഡ 2നെ നിങ്ങൾക്ക് ലാംഡ 3 ടേമിലേക്ക് കണക്ട് ചെയ്യാം. അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിലേക്ക് കണക്ട് ചെയ്താൽ മതി. ലാംഡ 2നെ ലാംഡ 3 ലാംഡ 1ലേക്ക് കണക്ട് ചെയ്യാം. ലാംഡ 1നെ ലാംഡ 3നെ ലാംഡ 2ലേക്ക് കണക്ട് ചെയ്യാതൊക്കെ നിങ്ങൾ ഇഷ്ടമാണ്. എന്നിട്ട് ഓരോരോ ഓപ്ഷൻസ് വെച്ച് ട്രയൽ ആൻഡ് എറർ നടത്തുക. നിങ്ങൾ ഏതിലേക്കാണോ കണക്ട് ചെയ്ത് അതിന്റെ വാല്യൂ ഫിക്സ്ഡ് ആക്കി വെക്കുക. ബാക്കി രണ്ടും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓപ്ഷൻ ഉള്ളതുപോലെ വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതേ നടക്കുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് തന്നെയാണ് കീ തന്നിരിക്കുന്നത്. വാട്ട് ഇസ് ദിസ്? Alpha is equal to lambda minus 2 into a plus b. Beta is equal to 4 lambda minus 2a plus 3b. B2 given vectors were a and b are non-collinear. The value of lambda for which alpha and beta are collinear. രണ്ട് വെക്ടേഴ്സ് collinear ആണെങ്കിൽ അവരുടെ ക്രോസ് പ്രൊഡക്റ്റ് 0 ആയിരിക്കും. Alpha cross beta should be equal to 0. അപ്പോൾ നമുക്ക് രണ്ടും കൂടി ക്രോസ് ചെയ്യാം. ആൽഫ എന്ന് പറയുന്നത് lambda minus 2 vector a plus vector b. Cross of beta is 4 lambda minus 2 vector a plus 3b. This cross product must be a 0 vector. നമുക്ക് ആദ്യം lambda minus 2 a 4 lambda minus 2 അപ്പോൾ a cross a 0 ആയിപ്പോൾ അപ്പോൾ അത് ബോധർ ചെയ്യണ്ട. അടുത്തത് എയും ബിയും ആയിട്ട് ക്രോസ് ചെയ്യുമ്പോൾ lambda minus 2 3 ആണ് കോഎഫിഷ്യൻസ്. സോ 3 into lambda minus 2 into a cross b മൈനസ് ഓഫ് അടുത്തത് ബി എയിലേക്കാണ് വരുന്നത്. അപ്പോൾ ബി ക്രോസ് എ ആവും. ബി ക്രോസ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് എ ക്രോസ് ബി ആണ്. ഡോട്ട് പ്രൊഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് ആണ്, പക്ഷേ ക്രോസ് പ്രൊഡക്റ്റ് കമ്മ്യൂട്ടേറ്റീവ് അല്ല. അത് ശ്രദ്ധിക്കണം. സോ മൈനസ് ഓഫ് 4 ലാംഡ മൈനസ് 2 ഇൻറ്റു അഗെയിൻ എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു 0. ഇതിൽ എ ക്രോസ് ബി നമ്മളിങ്ങനെ ക്യാൻസൽ ചെയ്ത് കളഞ്ഞാലും 3 ഇൻറ്റു ലാംഡ മൈനസ് 2 പിന്നെ അവസാനം ബി ക്രോസ് ബി വരും. ബി ക്രോസ് 3b ദാറ്റ് ഇസ് 0. ബി ക്രോസ് ബി 0 ആയി. ഏത് വെക്ടറും അതിനോട് തന്നെ ക്രോസ് ചെയ്താൽ 0 ആണല്ലോ. അതിനോട് മാത്രമല്ല അതിന് കൊലീനിയർ ആയിട്ടുള്ള ഏത് വെക്ടറോട് ക്രോസ് ചെയ്താലും അത് 0 ആണ്. സോ 3 ഇൻറ്റു lambda minus 2 minus of 4 lambda minus 2 must be equal to 0. Values open ചെയ്യുമ്പോൾ 3 lambda minus 4 lambda is minus lambda. 3 into minus 2 is minus 6. Minus 6 plus 2. Minus minus positive ആവും. Minus 6 plus 2 is minus 4 is equal to 0. Means lambda plus 4 equal to 0. Means lambda equal to minus 4. അപ്പോൾ ഇതാണ് ഇവിടുത്തെ കറക്റ്റ് കീ. lambda equal to minus 4 is there in option 1. അപ്പോൾ കൊലീനിയാരിറ്റി എന്നതാണ് ഈ ക്വസ്റ്റ്യനിൽ നമ്മൾ പഠിക്കുന്ന ഒരു വാല്യൂ അഡീഷൻ. കൊലീനിയാരിറ്റി രണ്ട് രീതിയിൽ അഡ്രസ് ചെയ്യാം. എ ആൻഡ് ബി കൊലീനിയർ ആണെങ്കിൽ രണ്ട് രീതിയിൽ അഡ്രസ് ചെയ്യാം. ഒന്ന് അതിന്റെ കോമ്പോണൻസ് പ്രൊപ്പോർഷണൽ ആയിരിക്കും. എ എക്സ് ബൈ ബി എക്സ് ഇസ് ഈക്വൽ ടു എ വൈ ബൈ ബി വൈ ഇസ് ഈക്വൽ ടു എ സെഡ് ഡിവൈഡഡ് ബൈ ബി സെഡ്. ഇതൊരു ഐഡിയ. രണ്ടാമതാണ് എ ക്രോസ് ബി ഇസ് ഈക്വൽ ടു 0.
ഇതിൽ വെക്ടർ ആണ്, മുഴുവൻ വെക്ടേഴ്സ് ആണ്. അതിന്റെ കമ്പോണൻസ് ഒന്നും നിങ്ങൾക്ക് ഒരു പരിചയമില്ല. ഇപ്പൊ ഈ ക്വസ്റ്റ്യനിലുള്ള പോലെ വെക്ടർ എ വെക്ടർ ബി അങ്ങനെ വെക്ടേഴ്സിന്റെ ടേമിലാണ് തരുന്നത്. എന്റെയും ബിന്റെയും കമ്പോണൻസ് എന്താണെന്ന് പറ്റി ഒരു ധാരണ ഇല്ലെങ്കിൽ ഡയറക്ട്ലി ഗോ ടു എ ക്രോസ് ബി ഈക്വൽ ടു 0. അതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അല്ല, ഈ വെക്ടറിന്റെ കമ്പോണൻസ് ഒക്കെ അവിടെ കാണാൻ പറ്റുന്നുണ്ട്, കമ്പോണൻസ് ഉപയോഗിച്ച് ഒരു റേഷ്യോ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ പ്രോബ്ലം ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പർച്യൂണിറ്റി അവിടെ ഉണ്ടെങ്കിൽ ഇതായിരിക്കും നല്ലത്. അപ്പൊ ഇത് രണ്ടും ശരിയാണ്, രണ്ടും കൊലിനിയാരിറ്റിന്റെ കണ്ടീഷനാണ്. പക്ഷെ ക്വസ്റ്റിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഡേറ്റയുടെ സ്വഭാവം അനുസരിച്ചാണ് നിങ്ങൾ എ എക്സ് ബൈ ബി എക്സ് ഈക്വൽ ടു എ വൈ ബൈ ബി വൈ ഈക്വൽ ടു എ സെറ്റ് ബൈ ബി സെറ്റ് എടുക്കണോ അതോ എ ക്രോസ് ബി ഈക്വൽ ടു 0 എടുക്കണോ എന്നൊക്കെ നിങ്ങൾ ഡിസൈഡ് ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് വെക്ടറിലുള്ള ക്വസ്റ്റ്യൻസിന്റെ ഒരു പൊതുവിലുള്ള ഒരു സ്റ്റൈല്. കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക. ഒരു ക്വസ്റ്റ്യൻ ഇൻകംപ്ലീറ്റ് ആണ്, ആക്ച്വലി റോങ് ആണ് കിട്ടിയിരിക്കുന്നത്. അത് നിങ്ങളൊന്ന് നോക്കുക. അതായത് സംഗതി ഒന്നുമില്ല, മോഡ് ബി ആണ് ചോദ്യം. ബി ഇവിടെ തന്നിട്ടുണ്ട്, പക്ഷെ അതിൽ രണ്ട് കോമ്പോണൻസ് അൺനോൺസ് ആണ്, B1 ആൻഡ് B2. ആ B1 ഉം B2 കണ്ടുപിടിക്കാൻ രണ്ട് ഇക്വേഷൻസ് ഉണ്ടാക്കുക. ആ ഇക്വേഷൻ ഉണ്ടാക്കാൻ ഉപയോഗിക്കേണ്ട ഡേറ്റയാണ് ഇത് രണ്ടും. ആൻഡ് എ പ്ലസ് ബി ഇസ് പെർപെൻഡിക്കുലർ ടു സി. ഇതിനെ നമ്മൾ മാറ്റി എഴുതി കഴിഞ്ഞാൽ എ ഡോട്ട് ബി ഡിവൈഡഡ് ബൈ മോഡ് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്ന് വരും. ഇതിനെ മാറ്റി എഴുതി കഴിഞ്ഞാൽ എ പ്ലസ് ബി ഡോട്ട് സി ഇക്വൽ ടു 0 എന്ന് വരും. ഇത് രണ്ടിനെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ B1 B2 ലീനിയർ ഇക്വേഷൻസ് ആണ് വരിക. അത് രണ്ടും കൂടി സോൾവ് ചെയ്ത് B1 B2 കണ്ടുപിടിക്കണം. അത് സോൾവ് ചെയ്തെടുത്ത് ഇവിടെ വന്നൊരു എറർ ആണ് അതിന്റെ ഒരു കോസ്. അതുകൊണ്ട് നമുക്ക് കറക്റ്റ് ആൻസർ കിട്ടിയിട്ടില്ല. നിങ്ങൾ ചെയ്ത് നോക്കുക. കറക്റ്റ് ആൻസർ നിങ്ങൾ കമന്റ് ചെയ്യുക. അപ്പോൾ ആ കമന്റ് നമുക്ക് പിൻ ചെയ്ത് വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ പിന്നെ ഈ ലൈവിന്റെ സമയം കഴിഞ്ഞിട്ട് ഞാൻ തന്നെ അത് ചെയ്ത് നോക്കി എന്താ എറർ എന്താണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് കമന്റ് ഇട്ട് പിൻ ചെയ്ത് വെക്കാം. ഓക്കെ, സോ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാന്ന് തോന്നുന്നു. എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ക്ലിയർ ചെയ്യാം. യു ക്യാൻ കോൺടാക്ട് മീ. ഓക്കെ, താങ്ക് യു ഓൾ.